സോ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോണത് സെക്ഷൻ 17 ആണ്. സെക്ഷൻ 17 ആണ്. ദാറ്റ് ഈസ് അപ്പോർഷൻമെന്റ് ഓഫ് ക്രെഡിറ്റ്. 17ൽ തന്നെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഇന്നലെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോണത് ഏതാ? അപ്പോർഷൻമെന്റ് ആണ്. നോക്കിയാലോ? റെഡി അല്ലേ? യെസ്, റെഡിയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോർഷൻമെന്റ് തുടങ്ങുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ ചോദിക്കുകയാണ്. ദാറ്റ് ഈസ് സോ നമ്മൾ അപ്പോർഷൻമെന്റ് ഓഫ് ക്രെഡിറ്റ് നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇതൊന്ന് പറഞ്ഞേ. അതായത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ബേസിക് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പഠിച്ചു. എപ്പോഴാണ് ആർക്കാണ് ITC കിട്ടുക എന്നൊക്കെ ഇന്നലെ നമ്മൾ പഠിച്ചു. അതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കവർ ചെയ്തു. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾ എന്ത് പർപ്പസിന് ഒരു സാധനം വാങ്ങിയാലാണ് നിങ്ങൾക്ക് ITC കിട്ടുക? ഏത് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താലാണ്, അല്ലെങ്കിൽ ഏത് പർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങിയാലാണ് നിങ്ങൾക്ക് ITC ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? ഓപ്ഷൻസ് തരാം. ബിസിനസ് പർപ്പസ്, ടാക്സബിൾ സപ്ലൈ, നോൺ ബിസിനസ് പർപ്പസ്, നോൺ ടാക്സബിൾ സപ്ലൈ. യെസ്, പറഞ്ഞോളൂ. ഇതിൽ ഏതൊക്കെ പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു ഗുഡ്സ് വാങ്ങിയാലാണ്, അല്ലെങ്കിൽ ഗുഡ്സ് ഏത് പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്താലാണ് നമുക്ക് ITC ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ബിസിനസ് പേർപ്പസിന് വേണ്ടിയിട്ട് നമ്മളൊരു സാധനം വാങ്ങിയാൽ ITC കിട്ടുമോ? ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ITC കിട്ടുമോ? നോൺ ബിസിനസ് പേർപ്പസിന് വാങ്ങിക്കഴിഞ്ഞാൽ ITC കിട്ടുമോ? നോൺ ടാക്സബിൾ സപ്ലൈക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ITC കിട്ടുമോ? ബിസിനസ് പേർപ്പസ് ആൻഡ് ടാക്സബിൾ സപ്ലൈ പറയുന്നുണ്ട്. ബിസിനസ് പേർപ്പസ് ആൻഡ് ടാക്സബിൾ സപ്ലൈ പറയുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. നമ്മളൊരു സാധനം നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ ITC നമുക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കണം യൂസ് ചെയ്യുന്നത്? ഐദർ ബിസിനസ് പർപ്പസ് അല്ലെങ്കിൽ ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കണം. വിച്ച് മീൻസ് എന്താ ഇവിടെ എന്ത് ഉദ്ദേശിക്കുന്നത്? ചുരുക്കം പറഞ്ഞത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളൊരു സപ്ലൈ നോൺ ടാക്സബിൾ സപ്ലൈയോ അല്ലെങ്കിൽ നോൺ ബിസിനസ് പേർപ്പസിനോ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല? ITC ഈസ് ഇൻഎലിജിബിൾ. ഈ പോയിന്റ് ക്ലിയർ ആണോ? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് പേർപ്പസിനും ടാക്സബിൾ സപ്ലൈക്കും മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ITC എലിജിബിൾ ആയിട്ട് കിട്ടുള്ളൂ. അല്ലേ? യെസ്, ക്ലിയർ ഓർ നോട്ട്? ഓക്കെ, സോ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മളിവിടെ എപ്പോഴാണ് ഈ അപ്പോർഷൻമെന്റ് ഓഫ് ക്രെഡിറ്റിന്റെ കേസിലോട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സാധനം നമ്മൾ വാങ്ങി. അപ്പൊ ഇതിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എത്രയാണ് ബിസിനസ് പേർപ്പസിന് ഞാൻ യൂസ് ചെയ്തത്, എത്രയാണ് ടാക്സബിൾ സപ്ലൈക്ക് ഞാൻ യൂസ് ചെയ്തത്, ഇതിൽ എത്ര നോൺ ബിസിനസ് ഉണ്ട്, എത്ര നോൺ ടാക്സബിൾ ഉണ്ട്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ പാർട്ടിസിപ്പന്റ് ആയിട്ടുള്ള ഷഹാന എന്ന് പറയുന്ന ആള് CMA ഒക്കെ ക്വാളിഫൈ ചെയ്തു കേട്ടോ. ആളിപ്പം CMA ഒക്കെ ക്വാളിഫൈ ചെയ്തു. CMA ഷഹാനയാണ്. അപ്പൊ ഷഹാന എന്ത് ചെയ്തു അറിയോ? ഷഹാനയ്ക്ക് എംപ്ലോയർ റിലേഷൻഷിപ്പ് ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല. ആള് സ്വന്തമായിട്ട് ഒരു ഫേം തുടങ്ങി, ഒരു CMA ഫേം തുടങ്ങി. അപ്പൊ ഈ CMA ഫേമില് ആള് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽക്കുലേറ്റർ വാങ്ങി. എന്ത് വാങ്ങി? ഒരു കാൽക്കുലേറ്റർ വാങ്ങി. കോസ്റ്റിംഗ് ₹1200 രൂപ. ഇതിൽ ഫോർ എക്സാമ്പിൾ ഒരു 300 രൂപ GST ആണെന്ന് വിചാരിക്കും. ഇത് വാങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാ? CMA ഫേമിലേക്ക് വേണ്ടിയിട്ടാ. ഫേമിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത്. ബിസിനസ് പർപ്പസ് ഓർ നോട്ട്? കമന്റ് ചെയ്തേ. ബിസിനസ് പർപ്പസ് ഓർ നോട്ട്? യെസ്, ബിസിനസ് പർപ്പസ് ആണ്. യെസ്, അങ്ങനെയാണെങ്കിൽ ITC is eligible or not? നോ പറയുന്നുണ്ട്, എലിജിബിൾ പറയുന്നുണ്ട്. നമ്മുടെ കണ്ടീഷൻ എന്താ? അഗെയിൻ ബാക്കിലോട്ട് വരുന്നു. നിങ്ങൾ ഒരു സാധനം വാങ്ങുന്നത് ബിസിനസ് പർപ്പസിനോ ടാക്സബിൾ സപ്ലൈക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ITC is eligible. അഗെയിൻ എന്റെ ക്വസ്റ്റ്യൻ,
CMA ഫേം നടത്തുന്ന ഷഹാന ഒരു കാൽക്കുലേറ്റർ വാങ്ങി, അതിൽ 300 രൂപ GST ഉണ്ട്. ഇത് എലിജിബിൾ ആണോ അല്ലേ? എലിജിബിൾ ഓർ നോട്ട്? ഓഫ് കോഴ്സ് എന്താണ്? എലിജിബിൾ ആണ്. ആണല്ലോ, എലിജിബിൾ ആണ്. യെസ്. ഇനി ഈ സെയിം എക്സാമ്പിൾ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. നമ്മുടെ ഷഹാന CMA ഫേമിൽ ഇങ്ങനെ എന്താണ് വർക്കൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഷഹാന ചിന്തിക്കുകയാണ്, CMA കിട്ടി, ഇനി എന്ത് ചെയ്യാം, CA-ക്കും കൂടി പ്രിപ്പയർ ചെയ്യാം. എന്തായാലും CMA കയ്യിലുണ്ടല്ലോ. ഇനി ആളെന്ത് ചെയ്യാണ്, ഇപ്പം CA പർസ്യൂയിങ് ആണ്, CA ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊന്ന് ലോജിക്കലി അല്ലെങ്കിൽ ഒന്ന് പ്രാക്ടിക്കലി ഒന്ന് ആലോചിച്ച് നോക്കിയേ. CA-ക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് എന്തായാലും ആൾക്ക് കാൽക്കുലേറ്റർ വേണ്ടേ? അതായത് CA-ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, പഠിക്കുന്ന സമയത്ത് കാൽക്കുലേറ്റർ വേണ്ടേ? അപ്പം ആള് പോയിട്ട് വേറെ കാൽക്കുലേറ്റർ വാങ്ങും. ഒന്ന് മ്യൂട്ട് ചെയ്യോടാ. ഇഷ ഓർ ഷാൻ. സോ CA-ക്ക് പെർസ്യൂയിങ് ചെയ്യുന്ന സമയത്ത്, CA പഠിക്കുന്ന സമയത്ത് ആള് പുതിയ കാൽക്കുലേറ്റർ പോയിട്ട് വാങ്ങും, അതോ ആളുടെ കയ്യിലുള്ള ഈ CMA ഫേമിൽ ബിസിനസ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഈ സെയിം കാൽക്കുലേറ്റർ യൂസ് ചെയ്യും? പ്രാക്ടിക്കലി ആലോചിച്ച് നോക്കി. സെയിം കാൽക്കുലേറ്റർ യൂസ് ചെയ്യും അല്ലെ? എക്സാമ്പിൾ കിട്ടിയോ? നമ്മളെന്താ പറഞ്ഞത്? ഒരു CMA ഫേമിൽ നമ്മളൊരു കാൽക്കുലേറ്റർ വാങ്ങി, അത് ബിസിനസ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യാണ്, CA-യും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം CA-ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും എനിക്കൊരു കാൽക്കുലേറ്റർ വേണം. അപ്പൊ ഞാൻ പുതിയ കാൽക്കുലേറ്റർ വാങ്ങുന്നില്ല, സെയിം കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, CA-ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ നിങ്ങൾ ഈ കാൽക്കുലേറ്ററിന്റെ ഈ 300 രൂപ GST നിങ്ങൾ ITC ആയിട്ട് ക്ലെയിം ചെയ്തതല്ലേ അല്ലേ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഈ കാൽക്കുലേറ്റർ ഇപ്പം ബിസിനസ് പർപ്പസിന് മാത്രമാണോ യൂസ് ചെയ്യുന്നത്? ബിസിനസ് പർപ്പസിന് മാത്രമാണോ യൂസ് ചെയ്തത്? ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്തു, പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്തില്ലേ? പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്തില്ലേ? പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ITC കിട്ടൂ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ പാർട്ടിസിപ്പൻസ്. പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ITC കിട്ടൂ? കിട്ടില്ല. അപ്പോ പിന്നെ ഈ 300 രൂപയിൽ പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്ത ITC മാത്രം നമുക്ക് തിരിച്ച് ഗവൺമെന്റിന് കൊടുക്കണമെന്ന് ഗവൺമെന്റ് പറഞ്ഞാൽ, അത് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂ? അതായത് ഈ 300 രൂപയിൽ എത്രയാണ് നിങ്ങൾ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്തത്, എത്രയാണ് നിങ്ങൾ പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്തത്? ഐഡന്റിഫയബിൾ ആണോ? ഒരിക്കലും അല്ല അല്ലെ. 300 രൂപയിൽ എത്ര നിങ്ങൾ ബിസിനസിന് യൂസ് ചെയ്തു, എത്ര നിങ്ങൾ പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും പടച്ചോൻ അറിയാം, നമുക്ക് അറിഞ്ഞൂടാ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ കൈമലർത്തും അല്ലെ? പക്ഷെ ഗവൺമെന്റിന് അങ്ങനെ കൈമലർത്താൻ പറ്റൂ? കാരണം എന്താ, നമ്മൾ 300 രൂപ ഒരു കാൽക്കുലേറ്റർ വാങ്ങി, അതിൽ 300 രൂപ നമ്മൾ ITC എടുത്തു, എന്നിട്ട് നമ്മളിത് ബിസിനസ് പർപ്പസിന് മാത്രമല്ല, നമ്മളിത് പേഴ്സണൽ പർപ്പസിനും കൂടി യൂസ് ചെയ്യാം. ഗവൺമെന്റ് വെറുതെ വിടില്ലല്ലോ. ഗവൺമെന്റ് പറയും ഒരു കാര്യം ചെയ്തോളൂ, നമ്മൾ പറയാം എങ്ങനെയാണ് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്, നമ്മൾ പറയാം, അതുപോലെ നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്തിട്ട് ഈ 300 രൂപയിൽ എത്രയാണ് നിങ്ങൾ പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്തത് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. എത്ര വരെയാണ് നിങ്ങൾ പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്തതെന്ന് കണ്ടുപിടിച്ചിട്ട്, സേ ഫോർ എക്സാമ്പിൾ 100 ആണെന്ന് വിചാരിക്കും, 100 രൂപയാണെന്ന് വിചാരിക്കും, എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറയാം. 100 രൂപയാണെന്ന് വിചാരിക്കും. ഈ 100 രൂപ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. 100 രൂപ നിങ്ങൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. കോൺസെപ്റ്റ് കിട്ടിയോ? എങ്ങനെയാ കമ്പ്യൂട്ടേഷൻ എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അതൊന്നും നിങ്ങൾ ഇപ്പൊ നോക്കണ്ട. കോൺസെപ്റ്റ് കിട്ടിയോ? എന്താണ് ഇവിടെ അപ്പോർഷൻമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കോൺസെപ്റ്റ് കിട്ടിയോ? കിട്ടി. എവരിവൺ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യൂ. യെസ്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് പോവാം. ബെയർ ആക്ടിൽ എന്താ പറയുന്നത് നോക്കാം. അപ്പോർഷൻമെന്റ് ഓഫ് ക്രെഡിറ്റ് ആണ് പറഞ്ഞത്. നമ്മൾ പറയാണ് ബിസിനസ് ആൻഡ് നോൺ ബിസിനസ് പേർപ്പസ്. സെക്ഷൻ 17(1) നമ്മളോട് പറയുന്നു, ഒരു സാധനം നിങ്ങൾ വാങ്ങി, അത് പാർട്ട്ലി ഫോർ ബിസിനസ് പേർപ്പസും പാർട്ട്ലി ഫോർ നോൺ ബിസിനസ് പേർപ്പസും. അതായത് നിങ്ങൾ ഒരു സാധനം വാങ്ങി, അത് ബിസിനസ് പേർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്, പേഴ്സണൽ പേർപ്പസിന് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രെഡിറ്റ് എവിടെ റെസ്ട്രിക്റ്റഡ് ആവും? റെസ്ട്രിക്റ്റഡ് ടു ദ ഇൻപുട്ട് ടാക്സ് ഈസ് ആട്രിബ്യൂട്ടബിൾ ടു ദ പേർപ്പസ് ഓഫ് ഹിസ് ബിസിനസ്. അതായത് നിങ്ങൾ ഒരു സാധനം വാങ്ങിയിട്ട് ബിസിനസ് പേർപ്പസിനും നോൺ ബിസിനസ് പേർപ്പസിനും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് എവിടെ റെസ്ട്രിക്റ്റ് ആവും? ബിസിനസ് പേർപ്പസിന് റെസ്ട്രിക്റ്റ് ആവും. നമ്മുടെ നേരത്തെ എക്സാമ്പിൾ എന്താ? കാൽക്കുലേറ്റർ നമ്മൾ വാങ്ങിയിട്ട് ബിസിനസ് പേർപ്പസിന് യൂസ് ചെയ്തു, പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്തു. എന്തിനു മാത്രമേ ക്രെഡിറ്റ് കിട്ടുള്ളൂ? ബിസിനസ് പേർപ്പസിന് മാത്രമേ ക്രെഡിറ്റ് കിട്ടുള്ളൂ, പേഴ്സണൽ പർപ്പസിന് ക്രെഡിറ്റ് കിട്ടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി സീറോ റേറ്റഡ് സപ്ലൈയും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളതാണ്. അതൊരു ചാർട്ട് ഉണ്ട്, ആ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ടാക്സബിൾ ആൻഡ് എക്സംപ്റ്റഡ് സപ്ലൈയുടെ കേസിൽ സെയിം സാധനമാണ്. അതായത്
നിങ്ങൾ ഒരു സാധനം വാങ്ങി ദാറ്റ് ഈസ് ടാക്സബിൾ സപ്ലൈ ആണ് നിങ്ങൾ വാങ്ങിയതെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടും. എക്സംപ്റ്റഡ് സപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, അല്ലെങ്കിൽ നോൺ ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല, ക്രെഡിറ്റ് കിട്ടില്ല. ഓക്കെ, ഇതൊന്ന് നോക്കി. ഗുഡ്സ് ആൻഡ് സർവീസസ് യൂസ്ഡ് ഫോർ ദ പേർപ്പസ് ഓഫ് ടാക്സബിൾ സപ്ലൈ ആണെങ്കിൽ അല്ലെങ്കിൽ സീറോ റേറ്റഡ് സപ്ലൈ ആണെങ്കിൽ ITC കിട്ടും. ഇനി നോൺ ടാക്സബിൾ സപ്ലൈയോ എക്സംപ്റ്റഡ് സപ്ലൈയോ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, അല്ലെങ്കിൽ നിൽ റേറ്റഡോ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടില്ല, ITC കിട്ടില്ല. ക്ലിയർ ആണോ? പറഞ്ഞത് ക്ലിയർ ആണോ? യെസ് ഓർ നോ? ഓക്കെ, യെസ്, ക്ലിയർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് നമുക്ക് നോൺ ബിസിനസ് പർപ്പസിനുള്ള അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസിന് നമ്മൾ യൂസ് ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. എങ്ങനെയാണ് നമ്മൾ റിവേഴ്സ് ചെയ്ത് കൊടുക്കുക? ഇതിനൊരു കമ്പ്യൂട്ടേഷൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിട്ട് എങ്ങനെയാണ് നിങ്ങൾ കാണേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു 4 സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ കമ്പ്യൂട്ടേഷൻ കണ്ടുപിടിക്കുക കേട്ടോ. 4 സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കമ്പ്യൂട്ടേഷൻ ഓഫ് കോമൺ ക്രെഡിറ്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് കമ്പ്യൂട്ടേഷൻ ഓഫ് കോമൺ ക്രെഡിറ്റ്. വളരെ ശ്രദ്ധിക്കുക, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് കറക്റ്റ് മനസ്സിലാക്കാം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? കമ്പ്യൂട്ടേഷൻ ഓഫ് കോമൺ ക്രെഡിറ്റ്. എന്താണ് കോമൺ ക്രെഡിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ചോദിക്കാം. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ ക്രെഡിറ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ടെന്ന് വിചാരിക്കാം. ടോട്ടൽ ആണ് കേട്ടോ, ടോട്ടൽ. ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ടാക്സബിൾ ഉണ്ട്, എക്സംപ്റ്റഡ് ഉണ്ട്, ബിസിനസ് ഉണ്ട്, നോൺ ബിസിനസ്സും ഉണ്ട്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, നിങ്ങൾക്ക് ഇതിൽ ഏതിനൊക്കെ, ഈ 10 ലക്ഷത്തിൽ ഏതിനൊക്കെ നിങ്ങൾക്ക് ITC കിട്ടും? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. പാർട്ടിസിപ്പൻസ് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, ഏതിനൊക്കെ നിങ്ങൾക്ക് ITC കിട്ടും? ഈ 10 ലക്ഷം മൊത്തത്തിൽ നിങ്ങൾക്ക് ITC എടുക്കാൻ പറ്റുമോ? ടാക്സബിളിന് കിട്ടും, മൊത്തത്തിൽ എടുക്കാൻ പറ്റില്ല. ടാക്സബിളിന് കിട്ടും, പിന്നെ ഇതിന് കിട്ടാം ബിസിനസ് അല്ലെ, ബിസിനസ്സിനും കിട്ടും. അപ്പൊ എന്തിനു കിട്ടില്ല? എക്സംപ്റ്റഡിനും കിട്ടില്ല, നോൺ ബിസിനസ്സിനും കിട്ടില്ല. ഓക്കെ, ഇതില് വളരെ ശ്രദ്ധിക്കുക. 10 ലക്ഷത്തില് എനിക്ക് എക്സ്ക്ലൂസീവ്ലി എനിക്കറിയാം ടാക്സബിൾ എത്രയാണെന്ന് എനിക്കറിയാം. സേ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, ഈ 10 ലക്ഷത്തിൽ 1 ലക്ഷം രൂപ എന്താണ്, ടാക്സബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയാം ടാക്സബിൾ എത്രയാണെന്ന് എനിക്കറിയാം, 1 ലക്ഷം രൂപയാണ് ടാക്സബിൾ എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് വീണ്ടും ഞാൻ പറയാണ് 10 ലക്ഷത്തിൽ 3 ലക്ഷം രൂപ എന്താണ്, 1 ലക്ഷം രൂപ ടാക്സബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു, 3 ലക്ഷം രൂപ ബിസിനസ് പർപ്പസിനാണെന്നും ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കാര്യത്തിലും തീരുമാനമായില്ലേ? ടാക്സബിൾ എത്രയാണ്, ബിസിനസ് എത്രയാണെന്ന് എനിക്ക് മനസ്സിലായി. എക്സ്ക്ലൂസീവ്ലി ഇതിനെ യൂസ് ചെയ്തത് എനിക്കറിയാം. ഇനി ഞാൻ നോക്കിയപ്പം എനിക്ക് എന്താണ്, കുറച്ച് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ഒരു സാധനമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും നമുക്ക് എന്ത് കിട്ടില്ല എന്നറിയാം, ക്രെഡിറ്റ് കിട്ടില്ല എന്ന് നമുക്കറിയാം. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് കിട്ടുമോ? ഇല്ല. നോൺ ബിസിനസ് ആണെങ്കിലും എക്സംപ്റ്റഡ് ആണെങ്കിലും ക്രെഡിറ്റ് കിട്ടില്ല. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ മൊത്തത്തിൽ നോക്കിയപ്പം എനിക്ക് ഈ നോൺ ബിസിനസ്സും എക്സംപ്റ്റഡും ഒക്കെ എനിക്ക് അറിയുന്നതുണ്ട്. അതായത് നമ്മൾ എക്സംഷൻസ് പഠിച്ചതാ, 12/2017 നമ്മൾ എക്സംഷൻസ് പഠിച്ചതാ. അപ്പൊ എക്സംഷൻസ് പഠിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ചില ട്രാൻസാക്ഷൻസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് എക്സംപ്റ്റഡ് ആണ് എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ഐഡന്റിഫൈ ചെയ്ത എക്സംഷൻസ് ഉണ്ട്, ഐഡന്റിഫൈഡ് എക്സംഷൻസ് ഉണ്ട്. എത്രയാണെന്നറിയോ? ഒരു 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപ ഐഡന്റിഫൈഡ് എക്സംഷൻസ് ആണ്. എക്സംപ്റ്റഡ് ആണ്, ITC കിട്ടില്ല. ശ്രദ്ധിക്കണേ, വളരെ ശ്രദ്ധിക്കണേ, എക്സംപ്റ്റഡ് ആണ്, ITC കിട്ടില്ല. ഓക്കെ, ഞാൻ എന്താ ചെയ്തത്, ടോട്ടൽ എന്റെ കയ്യിൽ 10 ലക്ഷം ഉണ്ടായിരുന്നു. എനിക്കിതിൽ ടാക്സബിൾ ആണെന്ന് അറിയുന്നത് ഞാൻ എടുത്തു, ബിസിനസ് പേർപ്പസിനാണെന്ന് അറിയുന്നത് ഞാൻ എടുത്തു, അതേപോലെ എക്സംപ്റ്റഡ് ആണെന്ന് എനിക്ക് ധാരണയുള്ളതും ഞാൻ എടുത്തു. ഇനി നോൺ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്തതും എനിക്കറിയാലോ, ഞാനല്ലേ വാങ്ങിയത്. അപ്പൊ എനിക്ക് നോൺ ബിസിനസ് പർപ്പസിന് ഞാൻ യൂസ് ചെയ്തത് എത്രയാണെന്നുള്ളത് എനിക്കറിയാലോ. അപ്പൊ ഞാൻ പറയാണ്, ഒരു 2 ലക്ഷം രൂപ ഞാൻ എന്ത് ചെയ്യാണ്, നോൺ ബിസിനസിന് വേണ്ടി യൂസ് ചെയ്തതാണ്. അതും എനിക്കറിയാം. നിങ്ങളൊന്ന് മൈൻഡ് അപ്ലൈ ചെയ്തിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ടോട്ടൽ 10 ലക്ഷമാണ് ഇതിൽ എനിക്ക് ക്രെഡിറ്റ് ഉള്ളത്. ഇതിൽ എനിക്കറിയാം എന്താണ്, ടാക്സബിളിൽ എനിക്ക് ക്രെഡിറ്റ് കിട്ടും, ബിസിനസ്സിന് എനിക്ക് ക്രെഡിറ്റ് കിട്ടും. ഈ എക്സംപ്റ്റഡിനും നോൺ ബിസിനസ്സിനും എനിക്ക് ക്രെഡിറ്റ് കിട്ടുമോ?
എക്സംപ്റ്റഡിനും നോൺ ബിസിനസിനും എനിക്ക് ക്രെഡിറ്റ് കിട്ടുമോ? എക്സംപ്റ്റഡിനും നോൺ ബിസിനസിനും ക്രെഡിറ്റ് കിട്ടുമോ? ക്രെഡിറ്റ് കിട്ടുമോ? റിവേഴ്സ് ആക്കണം. യെസ്, ക്രെഡിറ്റ് കിട്ടില്ല. ഞാൻ എന്ത് ചെയ്യണം? റിവേഴ്സ് ആക്കണം. മീൻസ് അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലായില്ല. അതായത് ടോട്ടൽ ക്രെഡിറ്റ് മീൻസ് ഞാൻ അവൈൽ ചെയ്ത ക്രെഡിറ്റ് അല്ല. മീൻസ് ഞാൻ ഇതിന് ഇങ്ങനെ മാറ്റാം, ടോട്ടൽ പർച്ചേസ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. ടോട്ടൽ ഇൻപുട്ട് ഓർ പെർച്ചേസ്, ടോട്ടൽ ഇൻപുട്ട് ഓർ പെർച്ചേസ് ആണ് 10 ലക്ഷം എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് 1 ലക്ഷം ടാക്സബിൾ ആണ്, 3 ലക്ഷം ബിസിനസ് ആണ്, 1 ലക്ഷം എക്സംപ്റ്റഡ് ആണ്, 2 ലക്ഷം നോൺ ബിസിനസ് ആണ്. ഇനി എനിക്ക് ക്രെഡിറ്റ് അവൈൽ ചെയ്യണം, ക്രെഡിറ്റ് ക്ലെയിം ചെയ്യണം. ഇനിയാണ് ഞാൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പോണത്. അങ്ങനെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് എനിക്ക് എക്സംപ്റ്റഡിനും നോൺ ബിസിനസിനും കിട്ടുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കിട്ടില്ല, ഉറപ്പായിട്ടും കിട്ടില്ല അല്ലെ? കിട്ടില്ല. അപ്പം എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടോട്ടൽ 10 ലക്ഷമാണ്. ടോട്ടൽ 10 ലക്ഷമാണ്. ഇതിൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഡിഡക്ട് ചെയ്ത് നോക്കിയേ. ഞാൻ പറയാണ്, എനിക്കറിയാം ടാക്സബിൾ ഈസ് 1 lakh, ബിസിനസ് ഈസ് 3 lakh, എക്സംപ്റ്റഡ് ഈസ് 1 lakh, നോൺ ബിസിനസ് ഈസ് 2 lakh. അപ്പം ഇതിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എക്സംപ്റ്റഡും നോൺ ബിസിനസ്സും എനിക്ക് ക്രെഡിറ്റ് കിട്ടില്ല. ഇത് ഞാൻ എന്തായാലും റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇനി ഞാൻ പർച്ചേസ് ചെയ്ത ടോട്ടൽ 10 ലക്ഷത്തിൽ ഇനി ബാക്കി എത്രയുണ്ട്? അതായത് ടാക്സബിൾ ആണോ, എക്സംപ്റ്റഡ് ആണോ, ബിസിനസ് ആണോ, നോൺ ബിസിനസ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തതല്ലേ ഇനിയുള്ളത്? അത് എത്രയുണ്ട്? ഒന്ന് നോക്കിയേ. ഏഴുണ്ടോ? 3 lakhs അല്ലെ? എങ്ങനെ 3 lakhs കിട്ടിയേ? ടോട്ടൽ 10 ലക്ഷം. ഈ ടോട്ടൽ 10 ലക്ഷത്തില് ടാക്സബിൾ ഈസ് എത്രയാ പറഞ്ഞത്? 1 ലക്ഷം. ബിസിനസ് പേർപ്പസ് ഈസ് 3 ലക്ഷം. എക്സംപ്റ്റഡ് ഈസ് 1 ലക്ഷം. നോൺ ബിസിനസ് ഈസ് 2 ലക്ഷം. ഇതൊക്കെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 5 2 7 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 3 ലക്ഷം കിട്ടും. അപ്പൊ ഈ 3 ലക്ഷം എന്താ? ഈ 3 ലക്ഷം എന്താ? ഈ 10 ലക്ഷത്തില് ഇതിലെനിക്ക് ക്ലിയർലി ടാക്സബിൾ എത്രയാ, ബിസിനസ് എത്രയാ, എക്സംപ്റ്റഡ് എത്രയാ, നോൺ ബിസിനസ് എത്രയാന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ മൈനസ് ചെയ്തു. അപ്പൊ ഈ 3 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഐഡന്റിഫയബിൾ അല്ലേ? വെരി ഗുഡ്. എന്താണ് നോട്ട് ഐഡന്റിഫയബിൾ അല്ലേ? ഈ 3 ലക്ഷത്തിൽ എത്രയാണ് ടാക്സബിൾ, എത്രയാണ് എക്സംപ്റ്റഡ്, എത്രയാണ് ബിസിനസ്, എത്രയാണ് നോൺ ബിസിനസ് എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്നും ഞാൻ എന്തെടുക്കണം? ടാക്സബിൾ എത്രയാണെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം, എക്സംപ്റ്റഡ് എത്രയാണെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം, ബിസിനസ് പർപ്പസ് എത്രയാണെന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം, നോൺ ബിസിനസ് പർപ്പസ് എത്രയാണെന്നുള്ളത് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അതായത് കോമൺ ആയിട്ട് എനിക്ക് എന്റെ കയ്യിലുള്ള ക്രെഡിറ്റ് ആണ് 3 ലക്ഷം. ഈ കോമൺ ആയിട്ടുള്ള ക്രെഡിറ്റിൽ നിന്ന് ഞാൻ ടാക്സബിൾ എത്രയാ, എക്സംപ്റ്റഡ് എത്രയാ, ബിസിനസ് എത്രയാ, നോൺ ബിസിനസ് എത്രയാന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. വിച്ച് മീൻസ് ദിസ് ഈസ് കോമൺ ക്രെഡിറ്റ്. എന്താണ് കോമൺ ക്രെഡിറ്റ് എന്ന് മനസ്സിലായോ? ടോട്ടൽ ഇൻപുട്ടിൽ അല്ലെങ്കിൽ ടോട്ടൽ പെർച്ചേസിൽ എനിക്ക് ബിസിനസ് എത്രയാ, നോൺ ബിസിനസ് എത്രയാന്നൊക്കെ അറിയാം, അല്ല ടാക്സബിൾ എത്രയാ, എക്സംപ്റ്റഡ് എത്രയാന്നൊക്കെ അറിയാം. അതൊക്കെ മൈനസ് ചെയ്തിട്ട് എന്താണെന്ന് അറിയാത്ത, ഒരു ഐഡിയയും ഇല്ലാത്ത എമൗണ്ടിനെയാണ് നമ്മൾ കോമൺ ക്രെഡിറ്റ് എന്ന് വിളിക്കുക. ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? ടാക്സബിൾ ഉണ്ടാവും, എക്സംപ്റ്റഡ് ഉണ്ടാവും, ബിസിനസ് ഉണ്ടാവും, നോൺ ബിസിനസ് ഉണ്ടാവും. ഇനി ഇതിനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം ഇതിന്റെ കാൽക്കുലേഷനിലോട്ട് പോകുന്നതിന് മുന്നേ എന്താണ് കോമൺ ക്രെഡിറ്റ് എന്നുള്ളത് മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ ഇത്രയും ടൈം എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കിട്ടിയോ? കോമൺ ക്രെഡിറ്റ് എന്താന്ന് കിട്ടിയോ? പെർഫെക്റ്റ്. ഓക്കെ. അതേഴ്സ് എന്താ അവസ്ഥ? യെസ്, കിട്ടി. ക്ലിയർ, സെറ്റ്. ഇനി നമ്മൾ ബെയർ ആക്ടിലേക്ക് പോകുന്നു. ഇതിന്റെ കാൽക്കുലേഷൻ നോക്കാൻ വേണ്ടിയിട്ട് പോകണം. സ്റ്റെപ്പ് 1 ഈസ് കാൽക്കുലേഷൻ ഓഫ്
കോമൺ ക്രെഡിറ്റ് ആണ്. എങ്ങനെയാണ് കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കുക? ഇനി നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം പോലും ഇല്ല, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ആദ്യം എന്തെടുത്തു? ടോട്ടൽ ഇൻപുട്ട് നമ്മൾ എടുത്തു. എന്തെടുത്തു? ടോട്ടൽ ഇൻപുട്ട്, അതായത് ടോട്ടൽ പെർച്ചേസ് 10 lakhs rupees ആണ് ടോട്ടൽ പെർച്ചേസ് നമ്മൾ എടുത്തത് അല്ലെ. ഈ ടോട്ടൽ പെർച്ചേസ് അല്ലെങ്കിൽ ടോട്ടൽ ഇൻപുട്ട് ഈ ഒരു സാധനത്തിന് നമ്മൾ ടി എന്നുള്ളൊരു ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തു. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ഡിനോട്ട് ചെയ്യരുത്, ഇത് ഡിപ്പാർട്ട്മെന്റ് തന്നെ തന്നിട്ടുള്ള ലെറ്റർ ആണ് കേട്ടോ. അപ്പം ഈ കാണുന്നതൊക്കെ ഇതേപോലെ തന്നെ കോട്ട് ചെയ്ത് വെക്കണം. T1 T2 T3 എന്നൊക്കെ ഇതേപോലെ തന്നെ കോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ടോട്ടൽ ഇൻപുട്ടിനെ ഞാൻ എന്ത് വിളിച്ചു? ടി എന്ന് വിളിച്ചു. ഓക്കെ, ഇതിൽ നിന്നും നമ്മൾ എന്തൊക്കെ മൈനസ് ചെയ്ത് കളഞ്ഞു നേരത്തെ? ലെസ് ഇൻപുട്ട് ടാക്സ് ഓൺ ഇൻപുട്ട് ആൻഡ് ഇൻപുട്ട് സർവീസസ് ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് exclusively for purpose other than business, which means എന്താ? പേഴ്സണൽ പർപ്പസ്. which means എന്താ? പേഴ്സണൽ പർപ്പസ്. എന്താ? ഈ 10 ലക്ഷത്തിൽ എത്രയാണ് എക്സ്ക്ലൂസീവ്ലി ഞാൻ അതർ ദാൻ ബിസിനസ് പർപ്പസിന്, അതായത് പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്തത് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു? മൈനസ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു, ഒരു 1 lakh rupees ആണെന്ന് വിചാരിക്കാം പേഴ്സണൽ പർപ്പസ്. ഇനി നെക്സ്റ്റ് എന്താ? ഇൻപുട്ട് ടാക്സ് ഓൺ ഇൻപുട്ട് ആൻഡ് ഇൻപുട്ട് സർവീസസ് ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് എക്സ്ക്ലൂസീവ്ലി എഫക്റ്റിംഗ് എക്സംപ്റ്റഡ് സപ്ലൈ. എക്സ്ക്ലൂസീവ്ലി, ഈ വേർഡ് ശ്രദ്ധിക്കണം, പൂർണ്ണമായിട്ടും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ്ലി എനിക്കറിയാം, കംപ്ലീറ്റ്ലി ഇത് യൂസ് ചെയ്തത് എക്സംപ്റ്റഡ് സപ്ലൈക്കാണ്. ഫോർ എക്സാമ്പിൾ ഒരു 2 ലക്ഷം, അതും ഞാൻ മൈനസ് ചെയ്തു. ഇനി നമ്മൾ ഇന്നലെ ഒരു സാധനം പഠിച്ച് ഓർമ്മയുണ്ടോ? സെക്ഷൻ 17(5), ദാറ്റ് ഇസ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എനിക്കറിയാം, ഒരു എന്താണ്, ഒരു 1 lakh ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു 2 lakh ഉണ്ടെന്ന് വിചാരിക്കാം ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. ആ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഞാൻ മൈനസ് ചെയ്തു. അപ്പം എനിക്ക് ഇപ്പം കിട്ടിയ സാധനം എന്താ? ഞാനിപ്പോ എന്താ മൈനസ് ചെയ്തു? പേഴ്സണൽ പർപ്പസ് മൈനസ് ചെയ്തു, എക്സംപ്റ്റഡ് സപ്ലൈ മൈനസ് ചെയ്തു, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് മൈനസ് ചെയ്തു. അപ്പം നമുക്ക് എന്തിനൊക്കെ ക്രെഡിറ്റ് കിട്ടുള്ളൂ? ആക്ച്വലി ബിസിനസ്സും എന്താണ് ടാക്സബിളും ആണെന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ നമുക്ക് ടോട്ടൽ ഒരു 10 ലക്ഷം ഉണ്ടെങ്കിൽ, ഇതിൽ ക്രെഡിറ്റ് കിട്ടാത്തത് എന്തൊക്കെയാ? നോൺ ബിസിനസിന് ക്രെഡിറ്റ് കിട്ടില്ല, എക്സംപ്റ്റഡിന് ക്രെഡിറ്റ് കിട്ടില്ല, അതേപോലെ ബ്ലോക്ക്ഡ് ക്രെഡിറ്റും കിട്ടില്ല. അപ്പം ഇതിൽ ഈ 3 സാധനങ്ങളും മൈനസ് ചെയ്ത് കളഞ്ഞാൽ ബാലൻസ് എമൗണ്ട് ആയിരിക്കില്ലേ നമ്മുടെ എലിജിബിൾ ക്രെഡിറ്റ്? ഒന്ന് കമന്റ് ചെയ്ത്. ബാലൻസ് എമൗണ്ട് ആയിരിക്കില്ലേ നമ്മുടെ എലിജിബിൾ ക്രെഡിറ്റ്? കോമൺ ക്രെഡിറ്റിന്റെ കോൺസെപ്റ്റ് വിട്ടേക്ക്, നോർമലി ചിന്തിക്കാം. ബാലൻസ് എമൗണ്ട് ആയിരിക്കില്ലേ നമ്മുടെ എലിജിബിൾ ക്രെഡിറ്റ്? യെസ്. ഈ എമൗണ്ട് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം, ഇന്നലെ പറഞ്ഞായിരുന്നു ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ അല്ലെ. ഈ എമൗണ്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഉണ്ടാവുക. ഈ എമൗണ്ട് നമുക്ക് എന്തായാലും എലിജിബിൾ ആണ്, അതിൽ ഡൗട്ട് ഒന്നുമില്ല. ഈ എമൗണ്ട് നമുക്ക് എന്തായാലും എലിജിബിൾ ആണ്. ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ കയറി കിടക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ടോട്ടൽ ഇൻപുട്ടിൽ നിന്നും നോൺ ബിസിനസ്സും നമ്മുടെ എന്താണ് എക്സംപ്റ്റഡും ബ്ലോക്ക്ഡ് ക്രെഡിറ്റും മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി എമൗണ്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക, എലിജിബിൾ ക്രെഡിറ്റ് ആയിട്ട് എവിടെ ഉണ്ടാവുക? ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഉണ്ടാവുക. അതാണ് ഇവിടെ പറഞ്ഞത് എന്താ? ITC ക്രെഡിറ്റഡ് ടു ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറയുന്നത് ഈ 3 എമൗണ്ട് മൈനസ് ചെയ്ത എമൗണ്ട് ആയിരിക്കും. ഒന്ന് മൈനസ് ചെയ്ത് നോക്കി, എത്ര കിട്ടുന്നത്? ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ എത്രയുണ്ട്? ടോട്ടൽ ഇൻപുട്ടിൽ നിന്നും നമ്മൾ എന്തൊക്കെ മൈനസ് ചെയ്തു? നോൺ ബിസിനസ് മൈനസ് ചെയ്തു, എക്സംപ്റ്റഡ് മൈനസ് ചെയ്തു, ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് മൈനസ് ചെയ്തു. അങ്ങനെ കിട്ടുന്ന 5 ലക്ഷം രൂപയായിരിക്കും എവിടെ ഉണ്ടാവുക? ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ ഉണ്ടായിരിക്കുക. ഇതിന് നമുക്ക് എന്തായാലും ക്രെഡിറ്റ് കിട്ടും, ഡൗട്ട് ഒന്നുമില്ല. ഇനി എന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഈ 5 ലക്ഷം രൂപയിൽ എന്തൊക്കെ കയറി കിടക്കുന്നുണ്ട്? ഐഡന്റിഫയബിൾ ആയിട്ടുള്ള, എനിക്ക് ക്ലിയർലി അറിയാം, ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ടാക്സബിൾ സപ്ലൈ കയറി കിടക്കുന്നുണ്ട്. ആ കാര്യത്തിൽ ഡൗട്ട് ഒന്നുമില്ല. ഈ ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ടാക്സബിൾ സപ്ലൈയും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇതിലൊരു 2 ലക്ഷം രൂപ എനിക്ക് ടാക്സബിൾ സപ്ലൈ ആണെന്ന് അറിയാം കേട്ടോ. ഈ 5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ ടാക്സബിൾ സപ്ലൈ ആണെന്ന് എനിക്കറിയാം. അതും കൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന 3 ലക്ഷം രൂപയായിരിക്കില്ലേ കോമൺ ക്രെഡിറ്റ്? അതായത് എന്താണെന്ന് അറിയാത്ത സാധനം അല്ലേ? ബാക്കി കിട്ടുന്ന ഈ 3 ലക്ഷം ആയിരിക്കില്ലേ എനിക്ക് എന്താണെന്ന് അറിയാത്ത സാധനം? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, കോൺസെപ്റ്റ് കിട്ടിയോ? ഈ എലിജിബിൾ ക്രെഡിറ്റിൽ നിന്നും നമ്മൾ
എക്സ്ക്ലൂസീവ്ലി ടാക്സബിൾ സപ്ലൈക്ക് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന ഉണ്ടല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ ക്രെഡിറ്റ് എനിക്ക് എന്താണെന്ന് അറിയാത്ത സാധനം ഒന്ന് കമന്റ് ചെയ്തേ. എന്താണെന്ന് അറിയാത്ത സാധനം ഇതിൽ എന്തൊക്കെ ഉണ്ടാവും? ഈ C2 എന്ന് പറയുന്ന സാധനത്തിൽ എന്തൊക്കെ ഉണ്ടാവും? ടാക്സബിൾ ഉണ്ടാവും, എക്സംപ്റ്റഡ് ഉണ്ടാവും, നോൺ ബിസിനസ് ഉണ്ടാവും, ബിസിനസ് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എല്ലാം ഉണ്ടാവില്ലേ? മനസ്സിലായോ? ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഒന്ന് കമന്റ് ചെയ്യോ? യെസ് ആണ്. അത് ഒന്ന് കമന്റ് ചെയ്യോ? ടൈം കളയരുത്. ഓക്കെ ആണ്. ശരി, അങ്ങനെ നമുക്ക് കോമൺ ക്രെഡിറ്റ് കിട്ടി. കോമൺ ക്രെഡിറ്റ് കിട്ടി. ഇനി ഈ കോമൺ ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താ? കോമൺ ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ലോജിക്കലി നിങ്ങളൊന്ന് പറഞ്ഞേ, കോമൺ ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി എന്താ? കോമൺ ക്രെഡിറ്റ് 3 ലക്ഷമാണെന്ന് എനിക്കറിയാം. ഓക്കെ, ഈ കോമൺ ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് പരിപാടി എന്താ? ഇതിൽ നിന്ന് ഞാൻ എന്തൊക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കണം? ടാക്സബിളും ബിസിനസ്സും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഇതെന്തായിരിക്കും? ഇത് എലിജിബിൾ ആയിരിക്കും. ബാക്കി ഈ 3 ലക്ഷത്തിലുള്ള എക്സംപ്റ്റഡും നോൺ ബിസിനസ്സും എന്തായിരിക്കും? ഇന്നെലിജിബിൾ ആയിരിക്കും. ഇത് ഞാൻ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. ഇതല്ലേ ആക്ച്വലി നടക്കേണ്ടത്? യെസ് ഓർ നോ? യെസ് അല്ലെ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നോക്കിയേ. സ്റ്റെപ്പ് നമ്പർ 2, കമ്പ്യൂട്ട് ക്രെഡിറ്റ് ആട്രിബ്യൂട്ടബിൾ ടു എക്സംപ്റ്റഡ് സപ്ലൈ. അതായത് നമ്മൾ ഈ പറഞ്ഞ 3 ലക്ഷത്തില് എക്സംപ്റ്റഡ് സപ്ലൈ എത്ര? നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് നോക്കണേ. നമ്മൾ കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിച്ചു 3 ലക്ഷം. ഈ 3 ലക്ഷത്തിൽ നിന്നും നമ്മൾ ആദ്യമില്ലേ, ഈ കോമൺ ക്രെഡിറ്റ് ആണ്, കോമൺ ക്രെഡിറ്റിൽ നിന്നും എക്സംപ്റ്റഡ് കണ്ടുപിടിക്കും. എന്നിട്ട് നമ്മൾ നോൺ ബിസിനസ് കണ്ടുപിടിക്കും. അപ്പം കോമൺ ക്രെഡിറ്റിൽ നിന്നും എക്സംപ്റ്റഡും നോൺ ബിസിനസ്സും കിട്ടിക്കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ എക്സംപ്റ്റഡ് 1 lakh ആണെന്ന് ഞാൻ പറയുന്നു, നോൺ ബിസിനസ് 1 lakh ആണെന്ന് ഞാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി 2 ലക്ഷം കഴിഞ്ഞിട്ട് ബാക്കി 1 lakh എന്തായിരിക്കും? എലിജിബിൾ ക്രെഡിറ്റ് ആയിരിക്കില്ലേ? ഈ എക്സംപ്റ്റഡും നോൺ ബിസിനസ്സും എന്താ? ഇന്നെലിജിബിൾ അല്ലേ? അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ ക്രെഡിറ്റിൽ നിന്നും ഇന്നെലിജിബിൾ ക്രെഡിറ്റിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനൊരു ഇക്വേഷൻ വൈസ് ആണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത്. ഈ കോമൺ ക്രെഡിറ്റിൽ എത്രയാണ് എക്സംപ്റ്റഡ് സപ്ലൈ? അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു എന്താണ് എന്തായാലും ടി മീൻസ് എന്താണ്, T1 എന്താണ്, T2 എന്താണ്, T3 എന്താണ്, C1 എന്താണ്, T4 എന്താണ്, C2 എന്താണ്? ഇത് നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചു വെക്കണം. കാരണം ഇത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പണി കിട്ടും. അപ്പം ഇവിടെ C2 ആണ് കോമൺ ക്രെഡിറ്റ് എന്ന് മനസ്സിലാക്കുക. C2 ആണ് കോമൺ ക്രെഡിറ്റ്. അപ്പൊ ഈ C2 നമുക്ക് എന്തുണ്ട്? ബിസിനസ് ഉണ്ട്, നോൺ ബിസിനസ് ഉണ്ട്, ടാക്സബിൾ ഉണ്ട്, എക്സംപ്റ്റഡ് ഉണ്ട്. ഇതിൽ നമ്മൾ ആദ്യം എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്? എക്സംപ്റ്റഡും നോൺ ബിസിനസ്സും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എന്നിട്ട് അത് ബാക്കി ബാലൻസ് പോർഷൻ എലിജിബിൾ ആയിരിക്കും നമുക്കറിയാം. അതിലേക്ക് വരാം. T4 ഒന്നുകൂടെ പറയും. T4 മീൻസ് ഒന്നുകൂടെ പറയാം. T4 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോട്ടൽ കോമൺ ക്രെഡിറ്റ് എടുത്തു, ടോട്ടൽ ഇൻപുട്ട് എടുത്തു. ഈ ടോട്ടൽ ഇൻപുട്ടിൽ നിന്ന് നമ്മൾ ആദ്യം എന്താ ചെയ്തത്? സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. ശ്രദ്ധിക്കുക, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്. ഈ 10 ലക്ഷം രൂപ എന്ന് പറയുന്നത് നിങ്ങളുടെ പേർച്ചേസ് ആണ്. ഈ 10 ലക്ഷം രൂപയിൽ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന ക്രെഡിറ്റും ഉണ്ട്, അവൈൽ ചെയ്യാൻ പറ്റാത്ത ക്രെഡിറ്റും ഉണ്ട്. ഓക്കെ, അവൈൽ ചെയ്യാൻ പറ്റുന്ന ക്രെഡിറ്റും ഉണ്ട്, അവൈൽ ചെയ്യാൻ പറ്റാത്ത ക്രെഡിറ്റും ഉണ്ട്. അപ്പം അവൈൽ ചെയ്യാൻ പറ്റാത്ത ക്രെഡിറ്റ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് നിങ്ങൾ ആദ്യം തന്നെ അങ്ങ് മൈനസ് ചെയ്യും. അവൈൽ ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളത് മൈനസ് ചെയ്യും. എന്തൊക്കെ അവൈൽ ചെയ്യാൻ പറ്റാത്തത്? വൺ ഈസ് എക്സംപ്റ്റഡ് സപ്ലൈ, എക്സംപ്റ്റഡ് അവൈൽ ചെയ്യാൻ പറ്റില്ല. അനദർ വൺ ഈസ് എന്താ? നോൺ ബിസിനസ് പേർപ്പസിന് എന്തെങ്കിലും നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും അവൈൽ ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് എന്താ? ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇത് 3 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന എമൗണ്ട് ആയിരിക്കില്ലേ എലിജിബിൾ ക്രെഡിറ്റ്? ഒന്ന് കമന്റ് ചെയ്ത്. ബാക്കി കിട്ടുന്ന എമൗണ്ട് ആയിരിക്കില്ലേ എലിജിബിൾ ക്രെഡിറ്റ്? അല്ലേ?
യെസ്, ബാക്കി കിട്ടുന്ന എമൗണ്ടിനെ നമുക്ക് എന്ത് വിളിക്കാം? എലിജിബിൾ ക്രെഡിറ്റ് എന്ന് വിളിക്കാം. എലിജിബിൾ ക്രെഡിറ്റ് നമുക്ക് കിട്ടി. എലിജിബിൾ ക്രെഡിറ്റ് ഈസ്, സേ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു 5 ലക്ഷം രൂപയാണ് എലിജിബിൾ ക്രെഡിറ്റ് എന്ന് വിചാരിക്കാം. ഈ 5 ലക്ഷം രൂപ എലിജിബിൾ ആണെന്ന് എനിക്കറിയാം. പക്ഷെങ്കിലേ ഇതില് എനിക്ക് ടാക്സബിൾ സപ്ലൈ മാത്രം എനിക്ക് എക്സ്ക്ലൂസീവ്ലി അറിയാം. ടാക്സബിൾ സപ്ലൈ എനിക്ക് എക്സ്ക്ലൂസീവ്ലി അറിയാം. ഈ 5 ലക്ഷത്തിൽ 3 ലക്ഷം രൂപ ടാക്സബിൾ സപ്ലൈ ആണെന്ന് എനിക്കറിയാം. 3 ലക്ഷം രൂപ എന്താണ്? ടാക്സബിൾ സപ്ലൈ ആണെന്ന് എനിക്കറിയാം. അപ്പം നിങ്ങളൊന്ന് ലോജിക്കലി ആലോചിച്ച് നോക്കിയേ. നിങ്ങളുടെ കയ്യിൽ 5 ലക്ഷം രൂപയുണ്ട്. 5 ലക്ഷം രൂപയുണ്ട്. ഈ 5 ലക്ഷം രൂപയിൽ 3 ലക്ഷം രൂപ ഈസ് ടാക്സബിൾ സപ്ലൈ. 3 ലക്ഷം രൂപ ഈസ് ടാക്സബിൾ സപ്ലൈ. അപ്പൊ ബാക്കി 2 ലക്ഷം രൂപ എന്തായിരിക്കും? ബാക്കി 2 ലക്ഷം രൂപ എന്തായിരിക്കും? നമുക്ക് ഡയറക്ട്ലി എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഡയറക്ട്ലി നോൺ ബിസിനസ് പർപ്പസ് എന്ന് പറയാൻ പറ്റുമോ? ഡയറക്ട്ലി എന്താണ് അല്ലെങ്കിൽ പേഴ്സണൽ പർപ്പസ് എന്ന് പറയാൻ പറ്റുമോ? ഇതിലെല്ലാം ഉണ്ടാവില്ലേ? ഓക്കെ, അതായത് ടോട്ടൽ 5 ലക്ഷമാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പം ഇതില് ടാക്സബിൾ സപ്ലൈ എത്രയാണെന്ന് എനിക്ക് അറിയാമെങ്കിൽ അതങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ ബാക്കി കിട്ടുന്ന എമൗണ്ട് ആയിരിക്കില്ലേ കോമൺ ക്രെഡിറ്റ്? ബാക്കി കിട്ടുന്ന എമൗണ്ട് ആയിരിക്കില്ലേ കോമൺ ക്രെഡിറ്റ്? 2 ലക്ഷം രൂപ എനിക്ക് ബാക്കി കിട്ടി. ഈ 2 ലക്ഷം രൂപയായിരിക്കും എന്ത്? ഇതില് ടാക്സബിൾ ഉണ്ടാവും, എക്സംപ്റ്റഡ് ഉണ്ടാവും, ബിസിനസ് ഉണ്ടാവും, നോൺ ബിസിനസ്സും ഉണ്ടാവും. ഇതിനെല്ലാം എനിക്ക് കോമൺ ക്രെഡിറ്റ് എന്ന് വിളിക്കാൻ പറ്റാം. നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നിങ്ങളുടെ കയ്യിൽ കുറെ സാധനങ്ങളുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണ്ട സാധനങ്ങൾ മാത്രം നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടാ പോരെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ട സാധനം കൈ കിട്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ ചെയ്തത്. നിങ്ങൾക്ക് ഈ കോമൺ ക്രെഡിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന എന്താണ് എക്സംപ്റ്റഡും നോൺ ബിസിനസ്സും ബ്ലോക്കഡും നിങ്ങളെടുത്ത് മാറ്റി വെച്ചു. എലിജിബിൾ ക്രെഡിറ്റ് കിട്ടി. എന്നിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ടാക്സബിൾ സപ്ലൈ നിങ്ങളെടുത്ത് മാറ്റി വെച്ചു. അതും കൂടെ മാറ്റി വെച്ചപ്പോൾ ബാക്കി കിട്ടുന്ന സാധനം ആയിരിക്കില്ലേ കോമൺ ക്രെഡിറ്റ്? കിട്ടിയോ? ഐഡിയ കിട്ടിയോ? യെസ്, കിട്ടി. ഓക്കെ, ബാക്കിയുള്ളവരെന്താ അവസ്ഥ? കൺഫ്യൂഷൻ ഉണ്ടോ? കിളി പറയോ? കോമൺ ക്രെഡിറ്റ് മനസ്സിലായോ? കോമൺ ക്രെഡിറ്റ് മനസ്സിലായാലേ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. യെസ്, കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ കോമൺ ക്രെഡിറ്റ് നമ്മൾ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? ടാക്സബിൾ ഉണ്ട് എന്ന് പറഞ്ഞു, എക്സംപ്റ്റഡ് ഉണ്ട് എന്ന് പറഞ്ഞു, നോൺ ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞു, എന്താണ് ബിസിനസ്സും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതിൽ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാന്ന് അറിയോ? എക്സംപ്റ്റഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ കോമൺ ക്രെഡിറ്റിലെ എക്സംപ്റ്റഡ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം ടോട്ടൽ എന്റെ കയ്യിൽ ഈ വർഷത്തെ എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ ഒരു 3 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. 3 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ പോട്ടെ, എന്റെ കയ്യിൽ ഒരു ടോട്ടൽ എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒരു 8 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. 8 ലക്ഷം രൂപ എന്റെ കയ്യിൽ ടോട്ടൽ എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഈ ടോട്ടൽ എക്സംപ്റ്റഡ് സപ്ലൈയിൽ നിന്നും എനിക്ക്, അല്ലെങ്കിൽ ടോട്ടൽ എന്റെ കയ്യിലുള്ള ടോട്ടൽ ഈ എക്സംപ്റ്റഡ് സപ്ലൈയിൽ എത്രയാണ് കോമൺ ക്രെഡിറ്റിലെ എക്സംപ്റ്റഡ് സപ്ലൈ എന്നല്ല എനിക്ക് വേണ്ടത്? കോമൺ ക്രെഡിറ്റിലുള്ള എക്സംപ്റ്റഡ് സപ്ലൈ എന്നല്ല എനിക്ക് വേണ്ടത്. നോക്കിയേ, നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ അഗ്രഗേറ്റ് വാല്യൂ ഓഫ് എക്സംപ്റ്റഡ് സപ്ലൈ നിങ്ങളുടെ കയ്യിലുണ്ട്. അതിനെ ഞാൻ ഇ എന്ന് പറഞ്ഞിട്ട് എടുത്തു. ഓക്കെ, ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ, അതായത് ആ ഇയറിലുള്ള ടോട്ടൽ ടേൺ ഓവറിൽ ഡിവൈഡ് ചെയ്തിട്ട് ഇൻറ്റു കോമൺ ക്രെഡിറ്റ് നമുക്ക് ഇപ്പൊ കിട്ടിയില്ലേ? ഇൻറ്റു കോമൺ ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കോമൺ ക്രെഡിറ്റിലുള്ള എക്സംപ്റ്റഡ് സപ്ലൈ എനിക്ക് കിട്ടിയില്ലേ? ബേസിക് കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് അല്ലേ? അതായത് നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ എക്സംപ്റ്റഡ് സപ്ലൈ ഉണ്ട്. അതിന് ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ, അതായത് ടോട്ടൽ ടേൺ ഓവറിലുള്ള എക്സംപ്റ്റഡ് സപ്ലൈ ആണ് ഇത്. ഇൻറ്റു കോമൺ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ക്രെഡിറ്റിലുള്ള എക്സംപ്റ്റഡ് സപ്ലൈ കിട്ടില്ലേ? സേസ് ഓർ നോ? ബേസിക് കോസ്റ്റിംഗ് അല്ലേ? അതാണ് ഇവിടെ ചെയ്തത്. അതായത് നിങ്ങളുടെ കയ്യിൽ ടോട്ടൽ എക്സംപ്റ്റഡ് നിങ്ങൾക്ക് തരും, ടോട്ടൽ ടേൺ ഓവറും നിങ്ങൾക്ക് തരും. അപ്പൊ നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം കോമൺ ക്രെഡിറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചു. കോമൺ ക്രെഡിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ടോട്ടൽ എക്സംപ്റ്റഡ് സപ്ലൈ, ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നു ടോട്ടൽ എക്സംപ്റ്റഡ് സപ്ലൈസ് നിങ്ങൾ കണ്ടുപിടിക്കുക. ടോട്ടൽ എക്സംപ്റ്റഡ് സപ്ലൈസ് 10 lakhs. ടോട്ടൽ എക്സംപ്റ്റഡ് സപ്ലൈസ് 10 lakhs. ഞാൻ പറയുന്നു ടോട്ടൽ ടേൺ ഓവർ ഈസ്, അതായത് മൊത്തത്തിലുള്ള ആ വർഷത്തെ ടേൺ ഓവർ ആണ് പറയുന്നത്. മൊത്തത്തിലുള്ള ടേൺ ഓവർ ഈസ് 30 lakhs. ഞാൻ കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. കോമൺ ക്രെഡിറ്റ് ഈസ്, ഫോർ എക്സാമ്പിൾ ഒരു 10,000. ഓക്കെ, 10,000 കിടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ എക്സംപ്റ്റഡ് സപ്ലൈ, ഈ കോമൺ ക്രെഡിറ്റ് ഉള്ള എക്സംപ്റ്റഡ് സപ്ലൈ എങ്ങനെ കണ്ടുപിടിക്കാം? ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. എത്ര വരാ? ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. യെസ്, 33
333. എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായോ? അതായത് എക്സംപ്റ്റഡ് സപ്ലൈ എനിക്കറിയാം, ടോട്ടൽ ടേൺ ഓവറും എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ എക്സംപ്റ്റഡ് സപ്ലൈ ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പെർ യൂണിറ്റ് കിട്ടില്ലേ? ഇൻറ്റു കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതാണ് പറയണത്. അതായത് ടോട്ടൽ എക്സംപ്റ്റഡ് സപ്ലൈ എനിക്കറിയാം 10 lakhs, ടോട്ടൽ എക്സംപ്റ്റഡ് സപ്ലൈ എനിക്കറിയാം 10 lakhs, ടോട്ടൽ ടേൺ ഓവറും എനിക്കറിയാം 30 lakhs. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പെർ യൂണിറ്റ് കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു കോമൺ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ക്രെഡിറ്റിലുള്ള എക്സംപ്റ്റഡ് സപ്ലൈ കിട്ടില്ലേ? കോസ്റ്റിംഗിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ അല്ലെ? അതായത് ടോട്ടൽ 10 lakhs ആണ് എക്സംപ്റ്റഡ് സപ്ലൈ എന്ന് എനിക്കറിയാം, ടോട്ടൽ ടേൺ ഓവർ ഇസ് 30 lakhs ആണെന്ന് എനിക്കറിയാം. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, പെർ യൂണിറ്റ് കിട്ടും. ഇനി എനിക്കെന്താ വേണ്ടത്? കോമൺ ക്രെഡിറ്റിൽ എത്രയാണ് എക്സംപ്റ്റഡ് സപ്ലൈ? ഇൻറ്റു കോമൺ ക്രെഡിറ്റ് ചെയ്താൽ പോരെ? ഇൻറ്റു കോമൺ ക്രെഡിറ്റ് ചെയ്താൽ പോരെ? കിട്ടിയോ? അതായത് ഇൻറ്റു 10 lakhs ചെയ്യുന്നു, സോറി 10,000 ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? 10,000 എക്സംപ്റ്റഡ് സപ്ലൈ എത്രയാണെന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അതേഴ്സ് ഒന്ന് കമന്റ് ചെയ്യൂ. ക്ലിയർ ഓർ നോട്ട്? ഓക്കെ, സിമ്പിൾ ആണല്ലേ. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും കേട്ടോ, കോൺസെപ്റ്റ് മനസ്സിലാക്കാം. ഇനി ആദ്യം ഞാനിപ്പോ ഇത് കണ്ടുപിടിച്ചാൽ നോക്കിയേ. ഇപ്പൊ ഞാൻ കോമൺ ക്രെഡിറ്റിൽ എത്രയാണ് എക്സംപ്റ്റഡ് സപ്ലൈ, ദാറ്റ് ഇസ് D1 എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുക. D1 എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ D1 ന്റെ ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കുക. D1 ഈസ് ഈക്വൽ ടു ടോട്ടൽ എക്സംപ്റ്റഡ് സപ്ലൈ ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ ഇൻറ്റു കോമൺ ക്രെഡിറ്റ്. എക്സംപ്റ്റഡ് സപ്ലൈനെ E എന്ന് ഡിനോട്ട് ചെയ്തു, ടോട്ടൽ ടേൺ ഓവറിനെ F എന്ന് ഡിനോട്ട് ചെയ്തു, ഇൻറ്റു C2. ഇതാണ് ഇക്വേഷൻ വൈസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. ഇക്വേഷൻ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം, പക്ഷെങ്കിൽ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതായത് കോൺസെപ്റ്റ് എന്താണ്? ടോട്ടൽ എക്സംപ്റ്റഡ് സപ്ലൈ എനിക്കറിയാം, ടേൺ ഓവർ എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ പെർ യൂണിറ്റ് ആദ്യം കണ്ടുപിടിക്കുന്നു, ഇൻറ്റു കോമൺ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? കോമൺ ക്രെഡിറ്റിലുള്ള എക്സംപ്റ്റഡ് സപ്ലൈ കിട്ടും. ഈസ് ഇറ്റ് ക്ലിയർ? ഇനി ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് D2 ആണ്. D2 ഈസ് നോൺ ബിസിനസ് പേർപ്പസ്. നോൺ ബിസിനസ് പേർപ്പസിൽ എത്രയുണ്ട്? കോമൺ ക്രെഡിറ്റിൽ എത്രയാണ്? നോൺ ബിസിനസ് പേർപ്പസ് എന്നാണ് ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ കോമൺ ക്രെഡിറ്റ് എനിക്കറിയാം 10,000 ആണ്. D2 സിമ്പിൾ ആണ്. D2 എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ കൺഫ്യൂഷൻ നോക്കണ്ട. D2 മീൻസ് 5% ഓഫ് C2. കോമൺ ക്രെഡിറ്റ് നിങ്ങൾക്ക് അറിയാലോ, കോമൺ ക്രെഡിറ്റിന്റെ 5% ഡയറക്റ്റ്ലി എടുത്താൽ മതി. കോമൺ ക്രെഡിറ്റിന്റെ 5% ഡയറക്റ്റ്ലി എടുത്താൽ മതി, C2 കിട്ടും, സോറി D2 കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോമൺ ക്രെഡിറ്റ് 10,000 അല്ലേ? ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ, എത്രയാണ് D2 നോക്കിയേ. 10,000ന്റെ 5% എത്രയാ? 10,000ന്റെ 5% എത്രയാ? 5% ഓഫ് 10,000 is equal to, നെറ്റ് പോയി, ഒന്നുകൂടി പറയാം, ഒരു കുഴപ്പമില്ല. എന്താ നമ്മൾ നെക്സ്റ്റ് ഇനി ആദ്യം നമ്മൾ എന്ത് ചെയ്തത്? കോമൺ ക്രെഡിറ്റിൽ നിന്നും എക്സംപ്റ്റഡ് സപ്ലൈ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചത്? D1 എന്ന് പറഞ്ഞിട്ട് E by F into F ആയിരുന്നില്ല ഡെനോട്ട് ചെയ്തത്, F into C2 അല്ലെ? എക്സംപ്റ്റഡ് സപ്ലൈ ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ ഇൻറ്റു കോമൺ ക്രെഡിറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺ ക്രെഡിറ്റിലെ എക്സംപ്റ്റഡ് സപ്ലൈ എനിക്ക് കിട്ടി. ഇനി എനിക്ക് വേണ്ടത് എന്താ? നോൺ ബിസിനസ് പേർപ്പസ് വേണം. നോൺ ബിസിനസ് പേർപ്പസ്, അതായത് പേഴ്സണൽ പർപ്പസിന് യൂസ് ചെയ്ത് വേണം. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് നമ്മളോട് പറയാണ് 5% എടുത്തോളൂ എന്തിന്റെ? C2ന്റെ കോമൺ ക്രെഡിറ്റിന്റെ 5% ഓഫ് കോമൺ ക്രെഡിറ്റ് എടുത്തോളൂ, ഒരു ബുദ്ധിമുട്ടുമില്ല, അപ്പൊ നോൺ ബിസിനസ് കിട്ടും എന്ന് പറയാണ്. അപ്പം എനിക്കറിയാം കോമൺ ക്രെഡിറ്റ് ഈസ് 10,000. അപ്പൊ പിന്നെ 5% ഓഫ് 10,000 എന്ന് പറയുമ്പോൾ എത്ര വരും? 5% ഈസ് 500. സിമ്പിൾ അല്ലേ? നോൺ ബിസിനസ്സും കിട്ടി, അതേപോലെ എക്സംപ്റ്റഡും കിട്ടി. അപ്പൊ ടോട്ടൽ കോമൺ ക്രെഡിറ്റ് എത്രയായിരുന്നു? 10,000 ആയിരുന്നു. ഇതില് നോൺ ബിസിനസ് എത്രയാ? 500 രൂപയാണ്. എക്സംപ്റ്റഡ് എത്രയാ? 33,333 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ബാക്കി ഈ രണ്ട് സാധനം എലിജിബിൾ ഓർ ഇൻഎലിജിബിൾ? 500 രൂപയും 33,000 എലിജിബിൾ ഓർ ഇൻഎലിജിബിൾ കോമൺ ക്രെഡിറ്റില്? ഇൻഎലിജിബിൾ. വെരി ഗുഡ്. എന്താണ് ഇൻഎലിജിബിൾ? അപ്പോ 10,000-ൽ ഈ എലിജിബിളും ഇൻഎലിജിബിളും നമുക്ക് കിട്ടിയ സ്ഥിതിക്ക്, ഇൻഎലിജിബിൾ ഡയറക്ട്ലി കിട്ടിയ സ്ഥിതിക്ക്, 10,000-ൽ ഇൻഎലിജിബിൾ ഡയറക്ട്ലി കിട്ടിയ സ്ഥിതിക്ക് എലിജിബിൾ ക്രെഡിറ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം? ഇൻഎലിജിബിൾ കിട്ടിയ സ്ഥിതിക്ക്
യെസ്, സിമ്പിൾ അല്ലേ? കോമൺ ക്രെഡിറ്റ് നമുക്കറിയാം. ഇതിൽ നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി? കോമൺ ക്രെഡിറ്റിൽ നിന്നും ഈ ഇൻഎലിജിബിൾ ക്രെഡിറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ പോരെ? ഇൻഎലിജിബിൾ ക്രെഡിറ്റ് മൈനസ് ചെയ്താൽ പോരെ? ഇതിനെ നമ്മൾ ഇക്വേഷൻ വൈസ് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റില്ലേ? C2 is equal to, ഇതിനെ നമ്മൾ D1 എന്നാണ് ഡിനോട്ട് ചെയ്തത്, ഇതിനെ നമ്മൾ D1 എന്നാണ് ഡിനോട്ട് ചെയ്തത്, ഇതിനെ നമ്മൾ D2 എന്നാണ് ഡിനോട്ട് ചെയ്തത്. അപ്പൊ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? C2 മൈനസ് D1 പ്ലസ് D2 എങ്ങനെ പറഞ്ഞൂടെ? വല്ല തെറ്റുണ്ടോ? അതായത് ഇത് രണ്ടും കൂട്ടുന്നു എന്നിട്ട് C2 ൽ നിന്നും കുറക്കുന്നു അല്ലേ? കമ്പ്യൂട്ട് എലിജിബിൾ ക്രെഡിറ്റ്. എന്താ? C3 എന്നാണ് എലിജിബിൾ ക്രെഡിറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക. C3 is equal to C2, ദാറ്റ് ഈസ് കോമൺ ക്രെഡിറ്റിൽ നിന്നും D1 ഉം D2 മൈനസ് ചെയ്യും. കിട്ടിയോ? ഓക്കെ, അപ്പൊ എത്ര കിട്ടും നോക്കിയേ? C3 എങ്ങനെ കണ്ടുപിടിക്കും? C3 is equal to D1 മൈനസ് C3 is equal to C2 മൈനസ് D1 പ്ലസ് D2. കണ്ടുപിടിച്ച് നോക്കിയേ. 10,000 മൈനസ് 500 പ്ലസ് 33,333 എത്ര വരാ? 33,000 ആയിരിക്കില്ല, 3,000 ആയിരിക്കും. എത്ര വരാ? യെസ്, കിട്ടിയില്ലേ? ഇത്രയേ ഉള്ളൂ, 6,166 അല്ലേ? സിമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 4 എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതില് D1 ഉം D2 ഉം എന്താണ്? ഇന്നെലിജിബിൾ അല്ലേ? D1 ഉം D2 ഉം എന്താണ്? ഇന്നെലിജിബിൾ അല്ലേ? ഈ D1 ഉം D2 ഉം ഞാൻ തിരിച്ച് ഗവൺമെന്റിന് റിവേഴ്സ് ചെയ്ത് കൊടുക്കണ്ടേ? D1 ഉം D2 ഉം ഞാൻ തിരിച്ച് ഗവൺമെന്റ് റിവേഴ്സ് ചെയ്ത് കൊടുക്കണ്ടേ? ദാറ്റ് ഈസ് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് അതാണ്. എന്താ? D1 ഉം D2 ഉം ഞാൻ എന്ത് ചെയ്യും? ഗവൺമെന്റിന് തിരിച്ച് റിവേഴ്സ് ചെയ്ത് കൊടുക്കും. Amount equal to aggregate of D1 and D2 shall be reversed by the registered person in form GSTR 3B. 3B ഫയൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും? D1 ഉം D2 ഉം റിവേഴ്സ് ചെയ്ത് കൊടുക്കും. ക്ലിയർ ആണോ? ഈ 4 സ്റ്റെപ്പ് ക്ലിയർ ആണോ? ആദ്യം നമ്മൾ കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിച്ചു, എന്നിട്ട് കോമൺ ക്രെഡിറ്റിലുള്ള എക്സംപ്റ്റഡ് സപ്ലൈ കണ്ടുപിടിച്ചു, നോൺ ബിസിനസ് കണ്ടുപിടിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? D1 D2 എന്ന് പേര് കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു? എലിജിബിൾ ക്രെഡിറ്റ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? കോമൺ ക്രെഡിറ്റിൽ നിന്നും ഈ D1 ഉം D2 മൈനസ് ചെയ്തിട്ട് എലിജിബിൾ ക്രെഡിറ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് ഇന്നെലിജിബിൾ ക്രെഡിറ്റ് എത്രയാണോ, ദാറ്റ് ഇസ് D1 ഉം D2 ഞാൻ ഗവൺമെന്റിന് തിരിച്ച് റിവേഴ്സ് ചെയ്ത് കൊടുത്തു. യെസ് ഓർ നോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ക്ലിയർ. അതേഴ്സ്, എല്ലാവരുടെയും റെസ്പോൺസ് ഞാൻ ആഗ്രഹിക്കുന്നു. സെറ്റ് ആണ്? ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. നിങ്ങളുടെ ICMAയുടെ സ്റ്റഡി മെറ്റീരിയൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. നമുക്ക് ഇതിൽ ക്ലിയർലി എന്താണ്? Mr. Abhishek Industries Limited has given the following information pertaining to the month of October 2022. Total input tax credit 18 ലക്ഷം തന്നിട്ടുണ്ട്. ITC attributable exclusively for non business purpose തന്നിട്ടുണ്ട്. 1 lakh എന്താണ് 50,000 തന്നിട്ടുണ്ട്. ITC attributable exclusively for exempted supply തന്നിട്ടുണ്ട് 6,50,000. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് തന്നിട്ടുണ്ട് 50,000. attributable exclusively for affecting taxable supplies തന്നിട്ടുണ്ട് 5,50,000. ടോട്ടൽ ടേൺ ഓവർ തന്നിട്ടുണ്ട്. ടോട്ടൽ എക്സംപ്റ്റഡ് കണ്ടുപിടിച്ച് തന്നിട്ടുണ്ട്. നമ്മളോട് പറയാണ് കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കാൻ പറയാണ്. സ്റ്റേറ്റ് എമൗണ്ട് ഓഫ് ITC ടു ബി റിവേഴ്സ്ഡ് ആസ് പെർ റൂൾ 42. കണ്ടുപിടിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുമോ? ഒന്ന് കമന്റ് ചെയ്യോ? ബുദ്ധിമുട്ടുണ്ടോ? യെസ്, ഒന്ന് നോക്കിയേ.
ആദ്യം കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കാം, എന്നിട്ട് കമന്റ് ചെയ്യാം. യെസ്, ഓക്കെ, എല്ലാവരും കിട്ടിയിട്ടുണ്ട്. വെരി ഗുഡ്, പക്ക. യെസ്, നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ? ആദ്യം നമ്മൾ എന്താ എടുക്കുക? ടോട്ടൽ ഇൻപുട്ട്, അതായത് ടി അല്ലെ. ടോട്ടൽ ഇൻപുട്ട് എത്രയാ? ടോട്ടൽ ഇൻപുട്ട് എത്രയാ? ക്വസ്റ്റ്യനിലെ ടോട്ടൽ ഇൻപുട്ട് ഈസ് 18 lakhs. ടോട്ടൽ ഇൻപുട്ട് ഈസ് T1 അല്ലെ, 18 lakhs. ദെൻ നെക്സ്റ്റ് നമ്മൾ എന്ത് ആഡ് ചെയ്യും? എക്സ്ക്ലൂസീവ്ലി നോൺ ബിസിനസ് അല്ലെ. നോൺ ബിസിനസ് നമ്മൾ T2 എന്ന് വിളിച്ചു. എത്രയാ നോൺ ബിസിനസ്? നോൺ ബിസിനസ് പേർപ്പസ് 1,50,000. 1,50,000 നമ്മൾ ആഡ് ചെയ്യും. സോറി, ആഡ് അല്ല, ലെസ് ചെയ്യും. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യാം? എക്സംപ്റ്റഡ് സപ്ലൈ അല്ലെ. എക്സംപ്റ്റഡ് സപ്ലൈ ദാറ്റ് ഈസ് T2. എക്സംപ്റ്റഡ് എത്രയാ? T1 അല്ല, T2 എത്ര വരിക? എക്സംപ്റ്റഡ് സപ്ലൈസ് 6,50,000. ഇനി ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് ഉണ്ടോ? തന്നിട്ടുണ്ടോ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്? ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് എത്രയാ? 17.5 ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് തന്നിട്ടുണ്ട്. 50,000 ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് തന്നിട്ടുണ്ട്. 50,000. 50,000 ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര വരും? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഇതല്ലേ നമ്മുടെ എന്താണ് ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള എമൗണ്ട്? ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള എമൗണ്ട് എത്രയാ? അതൊന്ന് പറഞ്ഞേ. ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള എമൗണ്ട്, എലിജിബിൾ ക്രെഡിറ്റ് ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിലുള്ള എമൗണ്ട് എത്ര വരാം? 9,50,000. 9,50,000. ദെൻ ഇതിൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? ഇതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? T4 മൈനസ് ചെയ്യണം അല്ലെ. അതായത് എക്സ്ക്ലൂസീവ്ലി ടാക്സബിൾ സപ്ലൈ മൈനസ് ചെയ്യണം. ടാക്സബിൾ സപ്ലൈ ദാറ്റ് ഈസ് T4 മൈനസ് ചെയ്യണം. T4 എത്രയാ? എക്സ്ക്ലൂസീവ്ലി ടാക്സബിൾ സപ്ലൈ T4 ഈസ് 5,50,000. 5,50,000 എത്രയാ വരുന്നത് നോക്കിയേ. 5,50,000 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ക്രെഡിറ്റ് കിട്ടും. കോമൺ ക്രെഡിറ്റ് കിട്ടും. എത്രയാ? 4 lakhs അല്ലെ. ഇനി കോമൺ ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞോ? ഇല്ലല്ലോ. ഇതിൽ ഈ കോമൺ ക്രെഡിറ്റിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇന്നെലിജിബിളും എലിജിബിളും കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? കോമൺ ക്രെഡിറ്റിനുള്ള എക്സംപ്റ്റഡ് സപ്ലൈ. സ്റ്റെപ്പ് 2 എന്തായിരുന്നു? സ്റ്റെപ്പ് 2 കാൽക്കുലേഷൻ ഓഫ് D1 അല്ലെ. D1 എങ്ങനെ കണ്ടുപിടിക്കാം? D1 ഈസ് ഈക്വൽ ടു E by F into C2. എക്സംപ്റ്റഡ് സപ്ലൈ എത്രയാ? ക്വസ്റ്റിൽ തന്നിട്ടില്ലേ? എക്സംപ്റ്റഡ് സപ്ലൈസ് 54,16,000 ആണോ? 16,000 ഡിവൈഡഡ് ബൈ എത്രയാ? ടോട്ടൽ ടേൺ ഓവർ എത്രയാ? 1,12,65,000 into common credit is 4 lakhs. എത്രയാ വരുന്നത് നോക്കിയേ. D1 എത്ര വരുന്നത്? യെസ്, 1,92,3
312 D1 കിട്ടി. ഇനി D2 എങ്ങനെ കണ്ടുപിടിക്കും? D2 is equal to സിമ്പിൾ അല്ലേ, 5% ഓഫ് C2. എത്ര വരാം? 5% ഓഫ് C2 20,000. 20,000. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് 2 കിട്ടി. ഇനി സ്റ്റെപ്പ് 3 എന്താ? ഇന്നെലിജിബിൾ ക്രെഡിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? സോറി, എലിജിബിൾ ക്രെഡിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? സ്റ്റെപ്പ് 3 എലിജിബിൾ ക്രെഡിറ്റ്. എലിജിബിൾ ക്രെഡിറ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? C2-ൽ നിന്നും D1-ഉം D2-ഉം മൈനസ് ചെയ്താൽ പോരെ? ചെയ്ത് നോക്കിയേ, എത്ര കിട്ടാം എലിജിബിൾ ക്രെഡിറ്റ്? എലിജിബിൾ ക്രെഡിറ്റ് എത്ര കിട്ടുക? C2 is equal to 4 lakh. 4 lakhൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നു? 20,000-ഉം 1,92,312 312-ഉം മൈനസ് ചെയ്യുന്നു. C3 is equal to എത്രയാ? യെസ്, കിട്ടിയോ? മനസ്സിലായില്ലേ? ഇനി സ്റ്റെപ്പ് 4 എന്താ? D1-ഉം D2-ഉം റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. അപ്പം സ്റ്റെപ്പ് 4 is equal to ITC to be reversed. എത്ര വരിക? എത്ര എമൗണ്ട്? is equal to D1 plus D2 അല്ലെ? 20,000-ഉം അതേപോലെ 1,92,312 എത്ര വരും? 2,12,000 എത്ര വരാം? 2,12,312 വരും അല്ലെ? കറക്റ്റ് അല്ലേ? യെസ്. ഈ ചെയ്തത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ അപ്പോർഷൻമെന്റ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേ, പാർട്ടിസിപ്പൻസ്. ക്ലിയർ ഓർ നോട്ട്? കാണിക്കാലോ. നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ ഇങ്ങനെയാണ് ചെയ്തു വെച്ചത് കേട്ടോ. ലാസ്റ്റ് പാർട്ട് ഏതാടാ? ഏതാണ് വേണ്ടത്? ലാസ്റ്റ് പാർട്ട് മീൻസ് സ്റ്റെപ്പ് നമ്പർ ഏത് സ്റ്റെപ്പാണ് ഇഷ്യൂ? 3 and 2. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത്? സെക്കൻഡ് സ്റ്റെപ്പ് മീൻസ് D1 ആണ് നമ്മൾ ചെയ്തത്. അപ്പൊ D1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സംപ്റ്റഡ് സപ്ലൈ ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ ഇൻറ്റു കോമൺ ക്രെഡിറ്റ് ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം എക്സംപ്റ്റഡ് സപ്ലൈ നമുക്ക് തന്നിട്ടുണ്ട്. എക്സംപ്റ്റഡ് സപ്ലൈ എത്രയാ? ക്വസ്റ്റിനോട്ട് വന്നേ. എക്സംപ്റ്റഡ് സപ്ലൈസ് 54,16,000 ആണ് എക്സംപ്റ്റഡ് സപ്ലൈ. നമ്മൾ അത് എടുത്തു. ടോട്ടൽ ടേൺ ഓവർ നമുക്ക് തന്നിട്ടുണ്ട് 1,12,65,000 ആണ് ടോട്ടൽ ടേൺ ഓവർ. ഇൻറ്റു കോമൺ ക്രെഡിറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 4 lakhs. ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? D1 കിട്ടി. D1 മീൻസ് എക്സംപ്റ്റഡ് സപ്ലൈ, അതായത് നമ്മുടെ കോമൺ ക്രെഡിറ്റിലുള്ള എക്സംപ്റ്റഡ് സപ്ലൈ എത്രയാണെന്ന് നമുക്ക് കിട്ടി. D1 സ്റ്റെപ്പ് 2. ഇനി സ്റ്റെപ്പ് 3 എന്താ? സ്റ്റെപ്പ് 3 മീൻസ് ഇതിൽ തന്നെ D2 സ്റ്റെപ്പ് 2-ൽ തന്നെ നമുക്ക് എന്തും കൂടെ കണ്ടുപിടിക്കാനുണ്ട്, നോൺ ബിസിനസ്സും കണ്ടുപിടിക്കാനുണ്ട്. D2-ൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനുണ്ട്? നോൺ ബിസിനസ് കണ്ടുപിടിക്കാനുണ്ട്. അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 5% എടുത്താൽ മതി, കോമൺ ക്രെഡിറ്റിന്റെ 5%. സോ ഡയറക്ട്ലി നമ്മൾ കോമൺ ക്രെഡിറ്റിന്റെ 5% എടുത്തു, നോൺ ബിസിനസ് കിട്ടി. ഇനി സ്റ്റെപ്പ് 3-ൽ നമുക്ക് എന്താ? എലിജിബിൾ ക്രെഡിറ്റ് സിമ്പിൾ അല്ലേ? ഇന്നെലിജിബിൾ ക്രെഡിറ്റ് നമുക്കറിയാം, D1-ഉം D2-ഉം ഇന്നെലിജിബിൾ ആണ് കോമൺ ക്രെഡിറ്റിൽ. അങ്ങനെയാണെങ്കിൽ കോമൺ ക്രെഡിറ്റിൽ നിന്നും D1-ഉം D2-ഉം അങ്ങ് മൈനസ് ചെയ്താൽ പോരെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇന്നെലിജിബിൾ കിട്ടും. സോറി, എലിജിബിൾ കിട്ടും. കോമൺ ക്രെഡിറ്റിൽ നിന്നും ഇന്നെലിജിബിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിൾ കിട്ടും. ഇനി ഇന്നെലിജിബിൾ ക്രെഡിറ്റ് ആയിട്ടുള്ള D1-ഉം D2-ഉം നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്ത് കൊടുക്കണം. അതാണ് ഫൈനൽ സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? യെസ്, റെഡി? ഇനി ടോട്ടൽ എലിജിബിൾ ക്രെഡിറ്റ് മെൻഷൻ ചെയ്യണം. ടോട്ടൽ എലിജിബിൾ ക്രെഡിറ്റ് മെൻഷൻ ചെയ്യണം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അറിയാം എന്തൊക്കെയാണ്, അല്ലെങ്കിൽ നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എല്ലാം മനസ്സിലാവും. എലിജിബിൾ എത്രയാണ്, ഇന്നെലിജിബിൾ എത്രയാണ്, എല്ലാം മനസ്സിലാവും. അതൊക്കെ മെൻഷൻ ചെയ്ത് വെക്കുക, മൊത്തം മെൻഷൻ ചെയ്ത് വെക്കുക. കാരണം ഒരു പോയിന്റ് പോലും നിങ്ങൾ മിസ് ഔട്ട് ചെയ്യരുത്. നിങ്ങൾ ഡിഗ്രി എന്നല്ലല്ലോ പഠിക്കുന്ന, CMA അല്ലേ? അപ്പോൾ അതിൻ്റെതായ സീരിയസ്നെസ്സിൽ എക്സാം എഴുതണം കേട്ടോ. എല്ലാ പോയിന്റ്സും നിങ്ങൾ മെൻഷൻ ചെയ്ത് വെക്കണം, ഒന്നും മിസ് ഔട്ട് ചെയ്യരുത്.
സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, നിങ്ങളുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിലില്ലേ ഒരു പ്രശ്നവും എന്താ, അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇസ് എ രജിസ്റ്റേർഡ് പേഴ്സൺ എൻഗേജ്ഡ് ഇൻ സപ്ലൈ ഓഫ് എഡ്യൂക്കേഷണൽ സർവീസസ്. It provides higher secondary school education services which is exempted and also engaged in providing IAS coaching services which is taxable. അപ്പോൾ ടാക്സബിളും ചെയ്യുന്നുണ്ട്, എക്സംപ്റ്റഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫോളോയിങ് ഡീറ്റെയിൽസ് പെർട്ടൈനിങ് ടു December 2022 ITC paid on common input used in both taxable and exempted is 30,000. അപ്പം എന്താ കോമൺ ക്രെഡിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് ഡയറക്ട്ലി, നമുക്ക് കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യം പോലും ഇല്ല. ടേൺ ഓവർ ഓഫ് അക്കാദമി ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിട്ടുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ 40 lakhs IAS കോച്ചിങ് 20 lakhs നമ്മളോട് പറയാണ്. ടോട്ടൽ ഇന്നെലിജിബിൾ ITC കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇന്നെലിജിബിൾ ITC എങ്ങനെ കണ്ടുപിടിക്കാം? കോമൺ ക്രെഡിറ്റിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇവിടെ ആകെ എക്സംപ്റ്റഡും ടാക്സബിൾ പറയുന്നുള്ളൂ. അപ്പൊ നോൺ ബിസിനസ് നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല, D2 കണ്ടുപിടിക്കണ്ട. ആകെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? D1 കണ്ടുപിടിച്ചാൽ പോരെ? D1 ഒന്ന് കണ്ടുപിടിച്ച് നോക്കി, എങ്ങനെ D1 കണ്ടുപിടിക്കാം? D1 ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. D1 is equal to exempted supply divided by total turnover into C2. C2 നമുക്ക് ഡയറക്ട്ലി തന്നിട്ടുണ്ട്, എത്രയാ? 30,000 ആണ് തന്നിട്ടുണ്ട്. എക്സംപ്റ്റഡ് സപ്ലൈ തന്നിട്ടുണ്ടോ? എക്സംപ്റ്റഡ് സപ്ലൈ എത്രയാ? കമന്റ് ചെയ്യൂ. എക്സംപ്റ്റഡ് സപ്ലൈ എത്രയാ? എത്രയാണ് എക്സംപ്റ്റഡ് സപ്ലൈ? പറഞ്ഞിട്ടില്ലേ, ഹയർ സെക്കൻഡറി സ്കൂൾ എഡ്യൂക്കേഷൻ എക്സംപ്റ്റഡ് ആണ്, IAS കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടാക്സബിൾ ആണെന്നുണ്ട്. അപ്പൊ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ടേൺ ഓവർ എത്രയാ? 40 lakhs എക്സംപ്റ്റഡ് സപ്ലൈ, IAS കോച്ചിങ് 20 lakhs ടാക്സബിൾ സപ്ലൈ. ഓക്കെ, അപ്പം എക്സംപ്റ്റഡ് സപ്ലൈ ഡിവൈഡ് ബൈ ടോട്ടൽ ടേൺ ഓവർ എന്ന് പറയുന്ന സമയത്ത് ടോട്ടൽ ടേൺ ഓവർ എത്രയായിരിക്കും? 40 lakhs plus 20 lakhs. ഓക്കെ, എങ്ങനെ കണ്ടുപിടിക്കാം? 40 lakhs ആണ് എക്സംപ്റ്റഡ് സപ്ലൈ. ഇനി എത്രയാണ്? 60 lakhs ആണ് ടോട്ടൽ ടേൺ ഓവർ ഇൻറ്റു 30,000. കോമൺ ക്രെഡിറ്റ് കണ്ടുപിടിച്ചാൽ ഇന്നെലിജിബിൾ ക്രെഡിറ്റ് എത്രയായിരിക്കും? വെരി ഗുഡ്, ഷാൻ 20,000 rupees. ഷഹാന ഓൾസോ സെറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, യെസ്, ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എലിജിബിൾ ക്രെഡിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ഇന്നെലിജിബിൾ ക്രെഡിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സിംപ്ലി നമുക്ക് എന്ത് ചെയ്താൽ മതി? കോമൺ ക്രെഡിറ്റിൽ നിന്നും ഇന്നെലിജിബിൾ ക്രെഡിറ്റ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിൾ ക്രെഡിറ്റ് കിട്ടില്ലേ? അപ്പൊ എലിജിബിൾ ക്രെഡിറ്റ് അവിടെ എഴുതി വെക്കുക, 10,000 rupees. 30,000 ആണ് കോമൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, 20,000 ഈസ് എന്താ? ഇന്നെലിജിബിൾ. സോ 10,000 ഈസ് എലിജിബിൾ ക്രെഡിറ്റ്. ഓക്കെ അല്ലേ? യെസ്. സോ ഇതാണ് അപ്പോർഷൻമെന്റ് ഓഫ് ക്രെഡിറ്റ്. ക്ലിയർ അല്ലേ? നമുക്കിനി ITCയിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് യൂട്ടിലൈസേഷൻ ആണ്. അത് നോക്കിയാലോ എന്നാ? യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ്. അത് ഒന്ന് കമന്റ് ചെയ്യാം. ITC ഒരുപാട് വേറെ ഉണ്ട്, നമ്മൾ എല്ലാം ഒന്നും അറിയില്ല. നമുക്ക് എന്താണ് യൂട്ടിലൈസേഷൻ ആണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ബാങ്കിങ് ഇല്ലേ, ബാങ്കിങ്ങിന്റെ കാര്യം നിങ്ങളൊന്ന് നോക്കി വെച്ചോ, ഈ ഒരു ചാർട്ട് നോക്കി വെച്ചോണെങ്കിൽ. അതായത് ബാങ്ക് ആണെങ്കിൽ ഇവിടെ ഇവർക്ക് 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാങ്ക്, NBFC, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഇതർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ചതുപോലെ 17(2) പ്രകാരം കാണാം. അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ ആണ് എന്താ, ടോട്ടൽ ITC എടുക്കുക, അതിന്റെ 50% എന്ത് ചെയ്യാം, എലിജിബിൾ ആയിട്ട് എടുക്കുക, 50% ഇന്നെലിജിബിൾ ആയിട്ട് എടുക്കാം. ഇനി ഹെഡ് ഓഫീസ് ബ്രാഞ്ച് ആണെങ്കിൽ 100% നിങ്ങൾക്ക് കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ചോദിച്ചാൽ ഇൻ കേസ്. അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ് നമ്മൾ പഠിച്ചല്ലേ ഇന്നലെ? യെസ്, യൂട്ടിലൈസേഷൻ ഓഫ് ITC. ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ? യൂട്ടിലൈസേഷൻ ഓഫ് ITC
ഇതിൽ വല്ല കോംപ്ലിക്കേഷനും ഉണ്ടോ? നമ്മൾ എന്താ പറയാ, കോൺസെപ്ച്വലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ യൂട്ടിലൈസേഷനിൽ ഉണ്ടോ? സംഭവം സിമ്പിൾ അല്ലേ? യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ്. എന്താണ് യൂട്ടിലൈസേഷൻ ഓഫ് ക്രെഡിറ്റ് എന്ന് നമുക്ക് നോക്കാം. അതായത് സേ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം എക്സസ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തൊരു ഓപ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാട്ട് ഇഫ് നിങ്ങളുടെ കയ്യിൽ CGST ഒരു എക്സസ് ക്രെഡിറ്റ് ഉണ്ട്. CGST ഒരു എക്സസ് ക്രെഡിറ്റ് ഉണ്ട്. ഈ എക്സസ് ക്രെഡിറ്റ് ആർക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആർക്കൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? ഒന്ന് കമന്റ് ചെയ്തേ. CGST ഒരു എക്സസ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് ഫസ്റ്റ് ആര് തന്നെ യൂട്ടിലൈസ് ചെയ്യണം? CGST അല്ലേ? ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്ക് കൊടുക്കും? SGST കൊടുക്കോ? യെസ്, അത്രേ ഉള്ളൂ. കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ്. എന്താ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. CGST SGST ദാറ്റ് ഈസ് സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലേ? കറന്റ്ലി സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആരാ? നമുക്ക് അങ്ങനെ എക്സാമ്പിൾ വേണ്ടിയിട്ട് അങ്ങനെ പഠിച്ചു നോക്കാം. സെൻട്രൽ ഗവൺമെന്റ് ആരാ കറന്റ്ലി? ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണ് സെൻട്രൽ ഗവൺമെന്റ്? സെൻട്രൽ ഡീൽ ചെയ്യണത് കറന്റ്ലി നമ്മുടെ NDA ഓർ BJP അല്ലെ? NDA സർക്കാർ. അതായത് നമ്മുടെ CGST എന്ന് പറയുന്നത് BJP ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം NDA ആണ്. ഇനി SGST യോ? SGST is LDF അഥവാ CPM അല്ലെ? LDF അഥവാ CPM. ഓക്കെ, നമ്മൾ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്, നമ്മൾ മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിക്കുന്നു. ഒരു തമാശ രൂപത്തിൽ നമ്മൾ പറയുന്നു CGST അതായത് NDA അല്ലെങ്കിൽ BJP ഒരു എക്സസ് ക്രെഡിറ്റ് ഉണ്ട്. ഒരു എക്സസ് ക്രെഡിറ്റ് ഉണ്ട്. സേ ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം രൂപ എക്സസ് ക്രെഡിറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇത് ആദ്യം ആര് തന്നെ യൂട്ടിലൈസ് ചെയ്യുള്ളൂ? BJPയുടെ കയ്യിൽ എന്തെങ്കിലും ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം ആര് തന്നെ യൂട്ടിലൈസ് ചെയ്യും? BJP തന്നെ യൂട്ടിലൈസ് ചെയ്യും അല്ലെ? ആദ്യം ഞാൻ എടുക്കും, എന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് LDF കൊടുക്കോ? LDF കൊടുക്കോ? LDF കൊടുക്കോ? BJPയുടെ കയ്യിൽ ഒരു എക്സസ് ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ CPM കൊടുക്കോ? എന്താ, കുഴികുത്തി മൂടിയാലും CPM കൊടുക്കൂലല്ലേ? കൊടുക്കൂലല്ലോ. അപ്പം ആദ്യം ആര് തന്നെ യൂട്ടിലൈസ് ചെയ്യും? CGST തന്നെ യൂട്ടിലൈസ് ചെയ്യും. എന്നിട്ട് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്ക് കൊടുക്കും എന്നറിയോ? IGST കൊടുക്കും. ബാലൻസ് എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ IGST കൊടുക്കും. സെയിം കോൺസെപ്റ്റ് ആണ്. ഈ SGSTയുടെ കയ്യിലാണ് എക്സസ് ക്രെഡിറ്റ് ഉള്ളതെങ്കിലോ ആദ്യം ആര് തന്നെ യൂട്ടിലൈസ് ചെയ്യും? SGST തന്നെ യൂട്ടിലൈസ് ചെയ്യും. ആദ്യം ആര് തന്നെ യൂട്ടിലൈസ് ചെയ്യും? SGST തന്നെ യൂട്ടിലൈസ് ചെയ്യും. ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? CGSTക്ക് ഒന്നാലും കൊടുക്കില്ല. ആർക്ക് കൊടുക്കും? IGSTക്ക് കൊടുക്കും. ബാലൻസ് ആർക്ക് കൊടുക്കും? IGSTക്ക് കൊടുക്കും. ക്ലിയർ ആണോ? ക്ലിയർ ഓർ നോട്ട്? യെസ്. ഇനി IGSTയിൽ എക്സസ് ക്രെഡിറ്റ് ഉണ്ടെങ്കിലോ? IGSTയിൽ എക്സസ് ക്രെഡിറ്റ് ഉണ്ടെങ്കിലോ ഫസ്റ്റ് ആര് യൂട്ടിലൈസ് ചെയ്യും? ഫസ്റ്റ് IGST തന്നെ യൂട്ടിലൈസ് ചെയ്യും. ഫസ്റ്റ് IGST തന്നെ യൂട്ടിലൈസ് ചെയ്യും. എന്നിട്ട് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ബാലൻസ് എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ ഇവര് CGSTക്കും SGSTക്കും ഇവർക്ക് കൊടുക്കാം ഇൻ എനി മാനർ. ഓർ അതായത് ഇതിനെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്താണ്, വീട്ടിൽ ഇപ്പൊ നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് ഒക്കെ ഉണ്ടാവില്ലേ? എന്താണ്, അനിയത്തി ഓർ ചേച്ചി അല്ലെങ്കിൽ ചേട്ടൻ ഓർ അനിയൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ പേരന്റിന്റെ കയ്യിൽ ഒരു ബിരിയാണി ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ബിരിയാണി ഉണ്ടെന്ന് വിചാരിക്കാം. പേരന്റ് ആണ് IGST. ഓക്കെ, ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ആർക്കൊക്കെ കൊടുക്കണം? രണ്ട് സിബ്ലിങ്സിനും കൊടുക്കണം. അതായത് അനിയനും കൊടുക്കണം, ചേട്ടനും കൊടുക്കണം എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവരിത് എങ്ങനെയാ കൊടുക്കുക?
ഇവരിതെങ്ങനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക? ഈക്വലി അല്ലേ? സെയിം കോൺസെപ്റ്റ് ആണ്. ഈക്വലി കൊടുക്കും അല്ലെ? ഈക്വലി രണ്ടാൾക്കും എന്ത് ചെയ്യും? ഈക്വലി കൊടുക്കും. ഇതിപ്പം നിങ്ങളാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ല കേട്ടോ. നിങ്ങളാണ് പേരുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ തിന്നും, എന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിള്ളേർക്ക് കൊടുക്കും. അങ്ങനെ ചെയ്യുള്ളൂ. അപ്പം നിങ്ങളുടെ കാര്യമല്ല, നോർമലി എന്താ ചെയ്യാ? ഈക്വലി കൊടുക്കും. ഇനി എന്താണ് ഈക്വലി എന്താണ്? ഒന്നാമത്തെ നമ്മുടെ എന്താണ് സണ്ണ് പറയാണ് എനിക്ക് വേണ്ട, എനിക്ക് ബിരിയാണി വേണ്ട, മൊത്തത്തിൽ എന്ത് ചെയ്തോളൂ ആൾക്ക് കൊടുത്തോളൂ എന്ന് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ആൾക്ക് കൊടുക്കൂലേ? പിന്നെ ഈക്വലി വീതിക്കാൻ നിൽക്കുവോ? മൊത്തത്തിൽ കൊടുക്കില്ലേ? ഫുള്ള് കൊടുക്കില്ലേ? ഫുള്ള് കൊടുക്കും അല്ലേ? സെയിം കോൺസെപ്റ്റ് ആണ്. എന്താ, നിങ്ങൾക്ക് IGST ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് ഐദർ ഈക്വലി ചെയ്യണമെങ്കിൽ ഈക്വലി ചെയ്യാം, അല്ലെങ്കിൽ ഫസ്റ്റ് എന്താണ് നമ്മുടെ മകൻ പറയാണ്, ഒരാൾ പറയാണ് എന്താ, എൽഡർ ആള് പറയാണ് എനിക്ക് കുറച്ച് മതി, എനിക്ക് കുറച്ച് മതി, ബാക്കി എന്ത് ചെയ്തോളൂ ആ യങ്ങർ ബ്രദറിന് കൊടുത്തോളൂ എന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ എന്താ, എൽഡറിന് കുറച്ച് കൂടുതൽ കൊടുക്കും, എന്നിട്ട് ബാലൻസ് എന്ത് ചെയ്യും? ആദ്യം എൽഡറിനെ സെറ്റ് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അല്ല, ആദ്യം യങ്ങറിനെ സെറ്റ് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യും? എൽഡറിന് സെറ്റ് ഓഫ് ചെയ്യും. കാരണം അത് എൽഡറിന് കുറച്ചേ വേണ്ടൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യങ്ങറിന് എത്രയാണോ വേണ്ടത് അത് കൊടുത്തിട്ട് ബാക്കി എന്ത് ചെയ്യും? എൽഡർ ബ്രദർ സെറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, അങ്ങനെ സംഭവിക്കാം. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. IGST ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ആദ്യം അത് ആര് തന്നെ യൂട്ടിലൈസ് ചെയ്യും? ഫസ്റ്റ് യൂട്ടിലൈസ്ഡ് അഗെയിൻസ്റ്റ് IGST, ഫസ്റ്റ് യൂട്ടിലൈസ്ഡ് അഗെയിൻസ്റ്റ് IGST, ദെൻ ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ CGST ഓർ SGST ഇൻ എനി മാനർ, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അപ് ടു യു എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ ആണോ? ക്ലിയർ ഓർ നോട്ട്? നോക്കിയേ, വേറെ ആക്ട് നോക്കിയേ. ആദ്യം അത് ചെയ്യും, IGST ഇൻപുട്ടുമായിട്ട് എന്ത് ചെയ്യും? സെറ്റ് ഓഫ് ചെയ്യും. എന്നിട്ട് ബാലൻസ് IGST എന്ത് ചെയ്യും? CGSTക്കും SGST ഓർ UTGSTക്കും കൊടുക്കാം. ഇനി CGST ഉള്ളതെങ്കിലോ ഫസ്റ്റ് അത് CGST ആയിട്ട് യൂട്ടിലൈസ് ചെയ്യും, എന്നിട്ട് ബാലൻസ് എന്ത് ചെയ്യും? IGSTക്ക് കൊടുക്കും. ആർക്ക് കൊടുക്കില്ല? SGSTക്ക് കൊടുക്കില്ല. ഇനി SGST എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ ആദ്യം അത് ആര് തന്നെ എന്ത് ചെയ്യും? യൂട്ടിലൈസ് ചെയ്യും, SGST തന്നെ യൂട്ടിലൈസ് ചെയ്യും. ബാലൻസ് എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ എന്ത് ചെയ്യും? IGSTക്ക് കൊടുക്കും. ആർക്ക് കൊടുക്കില്ല? CGSTക്ക് കൊടുക്കും. ഓക്കെ ആണോ? ഓർഡർ ഓഫ് യൂട്ടിലൈസേഷൻ മനസ്സിലായോ? യെസ് ഓർ നോ ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ക്ലിയർ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, ഇത് വളരെ വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അത് ആക്ച്വലി കമ്പ്യൂട്ടേഷൻ ഓഫ് GST ലയബിലിറ്റിയിലല്ല, ആക്ച്വലി അത് ITC പോർഷൻ ആണ്, അത് അങ്ങോട്ടേക്ക് മാറ്റിയതാ. സെയിം സാധനം എന്നല്ല, അതാണ് കോൺസെപ്റ്റ്. ITC സാധനം അങ്ങോട്ടേക്ക് മാറ്റിയതാ. ITC ആയിരുന്നു പണ്ട്. ഇത് ഞാൻ ഇവിടെ ലിങ്ക് ചെയ്തു എന്ന് മാത്രം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. Calculate GST payable in each case separately and discuss eligibility of input tax credit and all values are excluding GST. അപ്പൊ നമുക്ക് ഇവിടെ 4 കേസ് തന്നിട്ടുണ്ട്, A ലിമിറ്റഡ്, B ലിമിറ്റഡ്, C ലിമിറ്റഡ്, D ലിമിറ്റഡ്. അപ്പൊ ഇത് 4ന്റെ നമ്മൾ സെപ്പറേറ്റ്ലി ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെ പർച്ചേസ് വാല്യൂം സെയിൽസ് വാല്യൂം തന്നിട്ടുണ്ട്, GST റേറ്റും തന്നിട്ടുണ്ട്, ഇൻട്രാസ്റ്റ് ആണോ ഇൻട്രസ്റ്റ് ആണോ എന്നൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് കേസ് A ലിമിറ്റഡിന്റെ കേസ് നമ്മൾ ഒന്ന് ചെയ്യാം, ബാക്കി നോക്കാം. A ലിമിറ്റഡിന്റെ കേസിൽ നമ്മൾ ഇന്നലെ പഠിച്ച ഒരു ഫോർമാറ്റ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? നമ്മൾ എങ്ങനെയായിരുന്നു ഇന്നലെ കമ്പ്യൂട്ടേഷൻ ചെയ്തത്? എത്ര ടേബിൾ ആക്കിയിട്ടായിരുന്നു, ഓർമ്മയുണ്ടോ? 3 ടാബിളൊക്കെ ആക്കിയിട്ട് നമ്മൾ ചെയ്ത് ഓർമ്മയുണ്ടോ ഇന്നലെ? അതിൽ ടേബിൾ 1 എന്തായിരുന്നു? ടേബിൾ 1 ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ. അപ്പൊ ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈ മീൻസ് സെയിൽസ്. അപ്പൊ നമ്മുടെ കേസിൽ സെയിൽസിന്റെ ഡീറ്റെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. 7,20,000 ആണ്. ഇൻട്രാസ്റ്റ് റേറ്റ് ആണ് 18% ആണ്. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എന്റെ കൂടെ തന്നെ ചെയ്തോളൂ. എന്താ, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? വാല്യൂ ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 7,20,000 ആഡ്
ഇൻട്രാ സ്റ്റേറ്റ് അല്ലേ, CGST SGST അല്ലേ വരാം. ആഡ് CGST എത്ര വരാം അറ്റ് 9%. ആഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നിങ്ങൾ എഴുതിയെടുക്കുന്നുണ്ടോ? ഓക്കെ, ഓക്കെ ആണോ? യെസ്. ദെൻ ആഡ് SGST ഒന്ന് കണ്ടുപിടിച്ചേ. 9%. ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ എത്ര വരാം. 64,800 അല്ലെ, 64,800. 64,800. സോ ഇൻവോയ്സ് വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഇൻവോയ്സ് വാല്യൂ എത്ര വരാം? 8,49,600. പക്ക. ഇനി ടാബിൾ 2 എങ്ങനെ കണ്ടുപിടിക്കാം? ടാബിൾ 2 എന്തായിരുന്നു? ഡീറ്റെയിൽസ് ഓഫ് ഇൻവേർഡ് സപ്ലൈ. inward supply. So details of inward supply, value of purchase എത്രയാണ്? Value of goods purchased എത്രയാ? 5 lakhs ആണ് purchase value, intrastate ആണ്. So 5 lakhs again intrastate ആയതുകൊണ്ട് തന്നെ add CGST at 9%. add SGST at 9%. എത്ര വരാ? 45,000. 45,000. പക്ക. So invoice value 5,95,000. 5,95,000. 95 ആണോ? 90. 90,000. 90. 5,90,000. ഫുൾ കലാപാണല്ലോ, ഒന്ന് മ്യൂട്ട് ചെയ്യോ? മൊത്തത്തിൽ കലാപാണ് അവിടെ. ഓക്കെ, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നുണ്ട്. 5,90,000 ഇതുവരെ ഓക്കെ ആണോ? ഡീറ്റെയിൽസ് ഓഫ് ഇൻവേർഡ് സപ്ലൈ ആൻഡ് ഔട്ട്വേർഡ് സപ്ലൈ. ടാബിൾ 3 എന്താ? ടാബിൾ 3 Net GST payable. യെസ് പക്ക. ടാബിൾ 3 ഈസ് നെറ്റ് GST പേയബിൾ. ഇക്വേഷൻ എന്തായിരുന്നു? നെറ്റ് GST പേയബിളിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? Output tax minus input tax. യെസ്, CGST SGST IGST ഇങ്ങനെ ഹെഡിങ് കൊടുക്കുക, പെർട്ടിക്കുലേഴ്സ് കൊടുക്കുക. ദെൻ ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ്. എത്രയാ വരിക? ഔട്ട്പുട്ട് ടാക്സ് എത്രയായിരുന്നു? CGSTയിലെ ഔട്ട്പുട്ട് ടാക്സ് എത്രയായിരുന്നു? നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 64,800 അല്ലെ. 64,800 തന്നെയാണ് SGSTയിലും. ഇനി IGSTയിൽ ഔട്ട്പുട്ട് ടാക്സ് എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ ട്രാൻസാക്ഷൻ ഇൻട്രസ്റ്റേറ്റ് അല്ലല്ലോ, ഇൻട്രാസ്റ്റേറ്റ് അല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യാം? നില്ല് കൊടുക്കുക, ഓർ ഒരു വരയിട്ടാലും മതി, ബുദ്ധിമുട്ടില്ല. ഇനി ലെസ് ഇൻപുട്ട് ടാക്സ് എത്രയാ? ഇൻപുട്ട് ടാക്സ് 45,000 അല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്? യെസ്, മൈനസ് 45,000. ഒന്ന് കണ്ടുപിടിച്ചേ നെറ്റ് GST. നെറ്റ് GST പേയബിൾ. എത്ര വരാ? 19,800. യെസ്, 19,800. ക്ലിയർ ഓർ നോട്ട്?
യെസ്. ഇനി അങ്ങനെയാണെങ്കിൽ ബി ലിമിറ്റഡ് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റില്ലേ? ബി ലിമിറ്റഡ് ടേബിൾ 1ഉം ടേബിൾ 2ഉം നിങ്ങൾ ചെയ്യാം. ടേബിൾ 3 നമുക്കൊന്ന് ചെയ്യാം. ടേബിൾ 1ഉം ടേബിൾ 2ഉം നിങ്ങൾ ചെയ്യാം. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ഇൻട്രാ സ്റ്റേറ്റ് അല്ല, ഇന്റർ സ്റ്റേറ്റ് ആണ്. അപ്പൊ CGST SGSTക്ക് പകരം ആര് വരും? IGST വരും. സോ ഒന്ന് ചെയ്ത് നോക്കിയേ. ബി ലിമിറ്റഡിന്റെ ടേബിൾ 1ഉം ടേബിൾ 2ഉം ചെയ്യാം. എന്നിട്ട് ഔട്ട്വേർഡ് സപ്ലൈ ഇൻവേർഡ് സപ്ലൈ ഒന്ന് കമന്റ് ചെയ്യണേ. വിച്ച് മീൻസ് ഔട്ട്പുട്ട് ടാക്സോ ഇൻപുട്ട് ടാക്സോ? യെസ്. ഇൻപുട്ട് ടാക്സ് 93,600. അപ്പൊ ടേബിൾ 3 നമ്മൾ എങ്ങനെ ചെയ്യും? ടേബിൾ 3 അടക്കം ചെയ്തിട്ടുണ്ടല്ലോ. പക്ക. ഇതൊക്കെ ചെറുത്. ടേബിൾ 3 നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? കാൽക്കുലേഷൻ ഓഫ് net GST payable. So CGST, SGST, IGST ഇല്ലെങ്കിലും ഇങ്ങനെ കോളം വരക്കണം കേട്ടോ. ഇല്ലെങ്കിലും കോളം വരക്കണം. സോ എന്താ? ഔട്ട്പുട്ട് ടാക്സ് CGST SGST ഇല്ല, IGST 10,2000 ഉണ്ട്, ലെസ് ഇൻപുട്ട് ടാക്സ്. എത്രയാ ഇൻപുട്ട് ടാക്സ്? 93,600. സോ ടോട്ടൽ എത്ര വരും? നെറ്റ് GST എത്ര വരും? നെറ്റ് GST ലയബിലിറ്റി 8,400. ഓക്കെ ആണോ? ക്ലിയർ ഓർ നോട്ട്? ബി ലിമിറ്റഡ്. ഒന്ന് കമന്റ് ചെയ്യൂ. ക്ലിയർ. അങ്ങനെയാണെങ്കിൽ സി ലിമിറ്റഡിന്റെ ടേബിൾ 1ഉം ടേബിൾ 2 ഒന്ന് ചെയ്ത് നോക്കിയേ. സി ലിമിറ്റഡ് ശ്രദ്ധിക്കണം.
സി ലിമിറ്റഡിൽ പർച്ചേസ് ഇൻട്രാ സ്റ്റേറ്റും സെയിൽസ് ഇന്റർ സ്റ്റേറ്റും ആണ്. അപ്പൊ രണ്ടും വരും, ശ്രദ്ധിക്കാം. ടേബിൾ 1ഉം ടേബിൾ 2ഉം ചെയ്യാം. ടേബിൾ 3 നമുക്ക് ഒന്ന് ചെയ്യാം. ഔട്ട്വേർഡ് ആൻഡ് ഔട്ട്പുട്ട് ടാക്സ് കിട്ടിയോ? ഔട്ട്പുട്ട് ടാക്സ് കിട്ടിയോ? നെറ്റ് ജി എസ് ടി പേബിൾ 7,500 പക്ക സെറ്റ്, അടിപൊളി. എ ലിമിറ്റഡ് ചെയ്തതുപോലെയാണോ ചെയ്യേണ്ടത്? അതെ, എ ലിമിറ്റഡ് ചെയ്തതുപോലെ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യണോ? ടേബിൾ 1 and 2 ചെയ്യണോ? വേണ്ട. ഓക്കെ, എ ലിമിറ്റഡ് ചെയ്തതുപോലെ തന്നെ. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് ഐ ജി എസ് ടി വരും, വരും. സ്റ്റക്ക് ആവുന്നുണ്ടോ? ഓക്കെ ആണോ? ഔട്ട്പുട്ട് ടാക്സ് ഇൻപുട്ട് ടാക്സ് ഒന്ന് കമന്റ് ചെയ്യോ? ഇൻപുട്ട് ടാക്സോ? ഔട്ട്പുട്ട് ടാക്സ് 50,000. വെരി ഗുഡ്. പിന്നെ ഇൻപുട്ട് ടാക്സ്? യെസ്, ഔട്ട്പുട്ട് ടാക്സ് 50,000. സി ജി എസ് ടി, എസ് ജി എസ് ടി, സി ജി എസ് ടി, എസ് ജി എസ് ടി എത്ര വരാം? 21,250. 21,250. സോ ടേബിൾ 3 നമ്മൾ എങ്ങനെ ചെയ്യും? കാൽക്കുലേഷൻ ഓഫ് നെറ്റ് ജി എസ് ടി ടേബിൾ. സോ സി ജി എസ് ടി, എസ് ജി എസ് ടി, ഐ എസ് ടി പറഞ്ഞേ. ഔട്ട്പുട്ട് ടാക്സ് എവിടെ വരാം? ഔട്ട്പുട്ട് ടാക്സ് ഐ ജി ടി അല്ല ഔട്ട്പുട്ട് ടാക്സ്. സി ജി എസ് ടി, എസ് എന്തെങ്കിലും ഉണ്ടോ? ഐ ജി എസ് ടി 50,000. സോ
ലെസ് ഇൻപുട്ട് ടാക്സോ ഇൻപുട്ട് ടാക്സ് സി എസ് ടി എസ് ജി എസ് ടി ആണോ എസ് ജി എസ് ടി അല്ലേ 21,250 21,250 IGST ഒന്നുമില്ല. അപ്പൊ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചേ എങ്ങനെയാ നമ്മളിവിടെ നെറ്റ് GST ലാബിലിറ്റി കാണാം. അപ്പൊ നമ്മൾ പറഞ്ഞതാണ് CGST SGST ആണ്. CGST SGST IGST നമ്മൾ പറഞ്ഞു. അപ്പൊ IGST മാത്രമാണ് ഔട്ട്പുട്ട് ടാക്സ് ലാബിലിറ്റി ഉള്ളത്. CGST SGST എന്തില്ല, ഔട്ട്പുട്ട് ടാക്സ് ഇല്ല. അപ്പൊ നമ്മൾ എന്താണ് പക്ഷെങ്കിൽ ഇൻപുട്ട് ടാക്സ് എവിടെയുള്ളത്, CGST SGST ഇൻപുട്ട് ടാക്സ് ഉള്ളത്. അപ്പം നമുക്ക് എക്സസ് ക്രെഡിറ്റ് ആയിട്ട് ഇപ്പം നിലവിൽ എവിടെയുള്ളത് CGST SGST 21,250 ഉണ്ട്. അപ്പം ഔട്ട്പുട്ട് ടാക്സ് പേയബിൾ ആയിട്ട് എവിടെയുള്ളത് IGST ഉള്ളത്. അപ്പൊ IGST നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം, അതാണ് പരിപാടി. ഓക്കെ, എങ്ങനെയാ നമ്മൾ കൊടുക്കാം? നെറ്റ് അല്ല GST പേയബിൾ എന്ന് കൊടുത്താൽ മതി. GST പേയബിൾ 50,000. ഈ എക്സസ് ക്രെഡിറ്റിനെ നമ്മൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും? CGSTയുടെ എക്സസ് ക്രെഡിറ്റ് എടുക്കുക. ഇതിനെ നമ്മൾ എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക, എക്സസ് ക്രെഡിറ്റ് ഓഫ് CGST ഫസ്റ്റ് സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് IGST നമുക്ക് ചെയ്തുകൂടെ അല്ലേ? അപ്പം ഇവിടെ ഈ 21,250 നമ്മൾ എന്ത് ചെയ്യുന്നു, 21,250 നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെയാണ് ബ്രാക്കറ്റ് ഉള്ളത്. ഈ 21,250 നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്ത് കൊടുക്കുന്നു. സോ ഇനി IGST എത്ര പേ ചെയ്യാനുണ്ട് നോക്കിയേ. സെറ്റ് ഓഫ് കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ സെറ്റ് ഓഫ് IGST എത്ര പേ ചെയ്യാനുണ്ട് ഒന്ന് കമന്റ് ചെയ്തേ. 28,750. 28,750 പേ ചെയ്യാനുണ്ട് അല്ലെ. സോ IGST പേയബിൾ എത്ര വരും? 28,750. 28,750. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും സെറ്റ് ഓഫ് ചെയ്ത് കൊടുക്കാനുണ്ടോ? ഇനി ആരാളുള്ളത്? SGST ഇല്ലേ? Yes, sir. നമ്മള് SGSTയുടെ ITC എടുക്കുന്നു. എക്സസ് ക്രെഡിറ്റ് ഓഫ് SGST സെറ്റ് ഓഫ് അഗൈൻസ്റ്റ് IGST എത്ര വരിക? 21,250 ഉണ്ട്. സോ നമ്മള് 21,250 സെറ്റ് ഓഫ് ചെയ്യുന്നു. ബാലൻസ് എത്ര വരും നോക്കിയേ. 7,500. ബാലൻസ് എത്ര വരും? 7,500. സോ ഈ 7,500 ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരിക, IGST ബാലൻസ് ആയിട്ട് പേ ചെയ്യാനുണ്ടാവും. ഇനി ക്രെഡിറ്റ് എന്തെങ്കിലും ഉണ്ടോ? ക്രെഡിറ്റ് ഒന്നും ഇല്ലല്ലോ, നമ്മൾ മൊത്തം കൊടുത്തില്ലേ. സോ IGST പേയബിൾ എത്രയായിരിക്കും? 7,500. ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായോ? ഒന്ന് കമന്റ് ചെയ്യൂ. യെസ്, ഓക്കെ അല്ലേ? ഇനി ഫൈനൽ ഡീലിമിറ്റഡ് ഒന്ന് ചെയ്ത് നോക്കിയേ. ഡീലിമിറ്റഡ് ഒന്ന് ചെയ്ത് നോക്കിയേ. ഡീലിമിറ്റഡിന്റെ എന്താണ് ടേബിൾ എയും ടേബിൾ 1ഉം ടേബിൾ 2ഉം ചെയ്യാം കേട്ടോ. ടേബിൾ 3 വേണമെങ്കിൽ നമുക്ക് ഒന്നിച്ച് ചെയ്ത് നോക്കാം. ബുദ്ധിമുട്ടൊന്നുമില്ല, നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കാം.
എന്താ അവസ്ഥ? ഔട്ട്പുട്ട് ടാക്സ് കിട്ടിയാ? Sir, 1,68,000 2,80,000. യെസ്, പക്ക. 1,68,000 2,80,000. അതേഴ്സ് കിട്ടിയോ? ടേബിൾ 3 ചെയ്താലോ? ടേബിൾ 3 ചെയ്താലോ? ഓക്കെ ആണോ? യെസ്. സോ table 3, calculation of net GST payable. എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കുക? CGST, SGST, IGST. ഔട്ട്പുട്ട് ടാക്സ് എത്രയാ? ഔട്ട്പുട്ട് ടാക്സ് ആക്ച്വലി ആർക്കാ വരുന്നത്? ഔട്ട്പുട്ട് ടാക്സ് CGST, SGST ക്കാണോ അതോ IGST ക്കാണോ? CGST, SGST. യെസ്. എമൗണ്ട് ഈസ് 1,68,000. 1,68,000. IGST ക്ക് വല്ലതും ഉണ്ടോ? IGST ക്ക് ഒന്നുമില്ലല്ലോ. സോ ഇൻപുട്ട് ടാക്സ് എത്രയാ? 2,80,000. ഇൻ IGST അല്ലെ? 2,80,000 ഇൻ IGST. ഓക്കെ, ഇതിനെ നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുന്ന സമയത്ത് ആർക്കാണ് ആക്ച്വലി ലയബിലിറ്റി വരുന്നത്? GST ലയബിലിറ്റി ആർക്കാ വരുന്നത്? 1,68,000. IGST ക്ക് വരുന്നില്ലല്ലോ. IGST എന്താ? ITC അല്ലേ? ഇവിടെ എന്തില്ല? ഔട്ട്പുട്ട് ടാക്സ് ഇല്ലല്ലോ. സോ Okay, sir. CGST, SGST ക്ക് 1,68,000 വെച്ചിട്ട് പേയബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ആർക്കൊക്കെ അലോട്ട് ചെയ്ത് കൊടുക്കാം? IGST നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? 2,80,000 റുപ്പീസ് IGST ക്രെഡിറ്റ് ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇൻ എനി മാനർ ചെയ്യാന്നല്ലേ പറഞ്ഞത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? എക്സസ് IGST ഫസ്റ്റ് സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് CGST ചെയ്യണേ. സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് CGST. അപ്പൊ ഞാനിവിടെ 1,68,000 CGST സെറ്റ് ഓഫ് ചെയ്തു. CGST 1,68,000 സെറ്റ് ഓഫ് ചെയ്തു. അപ്പം CGSTയുടെ ഔട്ട്പുട്ട് ടാക്സ് എത്രയായി? 0 ആയില്ലേ? CGSTയുടെ ഔട്ട്പുട്ട് ടാക്സ് 0 ആയില്ലേ? ഇനി നോക്കിയേ, ഈ 2,80,000 ക്രെഡിറ്റില് 1,68,000 ഞാൻ ഇവിടെ സെറ്റ് ഓഫ് ചെയ്ത് കൊടുത്തപ്പോൾ ക്രെഡിറ്റിന് ബാക്കി എത്രയുണ്ട്? 1,12,000. 1,12,000 ഉണ്ട് അല്ലെ? അപ്പം ഇപ്പോഴ് 1,68,000 SGST പേ ചെയ്യാനുണ്ട്. സോ എക്സസ് IGST നെക്സ്റ്റ് സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് SGST. എത്രയാ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ? 1,12,000. എങ്ങനെയാ 1,12,000 കിട്ടിയത്? ടോട്ടൽ എന്റെ കയ്യിലുള്ള ക്രെഡിറ്റ് ഈസ് 2,80,000 ആണ്. ഈ 2,80,000 നിന്നും ഞാൻ ആദ്യം ആർക്ക് സെറ്റ് ഓഫ് ചെയ്ത് കൊടുത്തു? 1,68,000. CGST ക്ക് സെറ്റ് ഓഫ് ചെയ്ത് കൊടുത്തു. ബാക്കി എത്രയേ ഉള്ളൂ? 1,12,000 ഉള്ളൂ. അപ്പൊ ഈ 1,12,000 എനിക്ക് ആർക്ക് കൊടുക്കാൻ പറ്റും? SGST ക്ക് കൊടുക്കാനായിട്ട് പറ്റും. സോ 1,12,000. അപ്പൊ SGSTയുടെ പേയബിൾ എത്രയാ നോക്കിയേ? നെറ്റ് GST payable is 56,000. ഓക്കെ ആണോ? ഇവിടെ ഒന്നുമില്ല, ഇപ്പം ഇവിടെ ഒന്നുമില്ല. ക്ലിയർ ആണോ? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്. others? ക്ലിയർ ആണോ? സോ ഈ ഒരു ക്വസ്റ്റനിൽ 1,68,000 ആണ് നമുക്ക് ഔട്ട്പുട്ട് ടാക്സ് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മുടെ ഇൻപുട്ട് ടാക്സ് 2,80,000 IGST ആയതുകൊണ്ട് ഡയറക്ട്ലി ഇവിടെ നമുക്ക് മൈനസ് ചെയ്യാൻ പറ്റില്ല.
അപ്പൊ 2,80,000 എക്സസ് ക്രെഡിറ്റ് ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഔട്ട്പുട്ട് ടാക്സ് എന്ന് പറഞ്ഞിട്ട് 1,68,000 നമുക്ക് CGST SGST പേ ചെയ്യാനുണ്ട്. സോ എക്സസ് ക്രെഡിറ്റ് ആയിട്ടുള്ള 2,80,000 നിന്നും 1,68,000 നമ്മൾ ഡയറക്ട്ലി CGST കൊടുത്തു. ഓക്കെ, എന്നിട്ട് CGST നമ്മൾ ആദ്യം 0 ആക്കി. ഇനി നമുക്ക് ഉള്ളത് എന്താണ്? SGST 1,68,000 ബാക്കി ബാലൻസ് കിടക്കുന്നുണ്ട്. SGST 1,68,000 ബാലൻസ് കിടക്കുന്നുണ്ട്. ഇനി ഇയാളെ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ഓഫ് ചെയ്ത് കൊടുക്കണം. പക്ഷെങ്കിൽ ബാക്കി നമ്മുടെ കയ്യിൽ ITC എത്ര മാത്രമേ ഉള്ളൂ? 1,12,000 ഉള്ളൂ. കാരണം എന്താ? 2,80,000 ഉള്ള IGST നിന്നും നമ്മൾ ആദ്യം 1,68,000 ആർക്ക് കൊടുത്തു? CGST കൊടുത്ത് ഒഴിവാക്കി. ബാലൻസ് നമ്മുടെ കയ്യിൽ എത്രയേ ഉള്ളൂ? 1,12,000 മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്തു? ഈ 1,12,000 നമ്മൾ SGST കൊടുത്തു. അങ്ങനെ നമ്മൾ 56,000 ആയി നെറ്റ് GST ലയബിലിറ്റി. ക്ലിയർ ആയിരുന്നോ? ക്ലിയർ ആണോ? യെസ്, ഓക്കെ. നെറ്റ് GST പേബിൾ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, സോ അതോടുകൂടെ നമ്മുടെ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ മേജർ ഏരിയസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ.